ഹലോ മക്കളെ, നമ്മുടെ +2 കെമിസ്ട്രിയിലെ സെക്കൻഡ് ടെക്സ്റ്റിൽ ഫുൾ ഓർഗാനിക്കാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്, സെക്കൻഡ് ആൽക്കഹോൾസ് ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്, തേർഡ് ചാപ്റ്റർ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, അമീൻസ്, ബയോമോളിക്യൂൾസ്, പോളിമേഴ്സ്, ഇങ്ങനെ എല്ലാം ഓർഗാനിക്കാണ്. സെക്കൻഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓർഗാനിക് ടെക്സ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഇയർ ഓർഗാനിക് +1 ഓർഗാനിക് ബേസ് നല്ല പോലെ ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് ഇയറിൻ്റെ ഓർഗാനിക് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണ്. അതിനു മുമ്പ് ശരിക്കും നമ്മൾ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്നും ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണിൻ്റെ വാലൻസി എന്താണെന്നും കാർബണിന് ഏതൊക്കെ ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആണെന്നും ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്നും എല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ കാര്യമായിട്ട് പഠിച്ചതാണ്. ഫസ്റ്റ് ഇയറിൽ കുറേ ഇഫക്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പർ കോൺജുഗേഷൻ, സ്റ്റെറിക് ഇഫക്റ്റ്, റെസനൻസ് ഇഫക്റ്റ്, അല്ലേ? കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കോവാലൻ്റ് ബോണ്ട് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. കോവാലൻ്റ് ബോണ്ടിൻ്റെ ബ്രേക്കിംഗ് 2 തരത്തിലുണ്ട്, ഹോമോളിറ്റിക് ക്ലീവേജും ഹെറ്ററോളിറ്റിക് ക്ലീവേജും. ഹോമോളിറ്റിക് ക്ലീവേജിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കലാണ്. ഹെറ്ററോളിറ്റിക് ക്ലീവേജിൻ്റെ ഫലമായിട്ട് 2 ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകാം. പോസിറ്റീവ് ചാർജുള്ള കാർബൺ കിട്ടാം, നെഗറ്റീവ് ചാർജുള്ള കാർബൺ കിട്ടാം. പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണിനെ കാർബോക്യാറ്റയോൺ എന്നും നെഗറ്റീവ് ചാർജുള്ള കാർബണിനെ കാർബൺ അയോണു എന്നുമാണ് പറയുന്നത്. ശരിക്കും ഫസ്റ്റ് ഇയറിൻ്റെ ഒരു റിവിഷനോട് കൂടി വേണം നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക് കടക്കാൻ. നമ്മൾ കുറേ നാളുകൊണ്ട് ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഇതിലോട്ട് കയറുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് ഒരു നമുക്കൊരു ജനറലി എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് വേണം, ഫസ്റ്റ് ഇയറിനെ കുറിച്ച് നമുക്ക് വേണം. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് പറയുന്നേക്കുക. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കാർബണിനെയും അതിൻ്റെ ഡെറിവേറ്റീവുകളെയും കുറിച്ചുള്ള പഠനമാണ് ഓർഗാനിക് കെമിസ്ട്രി. കാർബൺ കോമ്പൗണ്ടുകളിലാണ് നോർമലി നമ്മൾ കോവാലൻ്റ് ബോണ്ടിനെ കുറിച്ച് പറയുന്നത്. ഒരു കോമ്പൗണ്ട് എടുത്താൽ കാർബണാറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് വരാം, കാർബണാറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് വരാം, കാർബണാറ്റങ്ങളുടെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് വരാം. കാർബണാറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഡബിൾ ബോണ്ടഡ് കാർബണാറ്റം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാർബണിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ടെങ്കിലും വന്നാൽ ആ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബണാറ്റത്തിൽ ട്രിപ്പിൾ ബോണ്ട് വന്നാൽ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ കാർബണിന് 3 ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആണ്: sp, sp2, sp3. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp2 ഹൈബ്രിഡൈസേഷൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp ഹൈബ്രിഡൈസേഷൻ. ഇനി ഈ ബോണ്ടിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ്റെ പ്രത്യേകത, ഇവിടെ മൊത്തവും 4 ഓർബിറ്റൽ ഉണ്ട്, അല്ലേ? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 4 ഓർബിറ്റലാണ്. ഒരു എസും 3 പിയും കൂടെ ചേർത്ത് 4 ഓർബിറ്റൽ മൊത്തവും പങ്കെടുക്കുന്നു. 4 ഓർബിറ്റൽ മൊത്തം ഉള്ളതിൽ എത്ര എസ് ഓർബിറ്റൽ ഉണ്ട്? ഒരു എസ് അല്ലേ ഉള്ളൂ. ഒരു എസും 3 പിയും കൂടെ ചേർന്ന് 4 ഓർബിറ്റൽ ഉണ്ട്. അതിൽ എത്ര ഭാഗം എസ് ഉണ്ട്? ഒരു ഭാഗം എസ് ആണ്. ദാറ്റ് മീൻസ് ഈ കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിനകത്തെ എസ് ക്യാരക്ടർ എന്ന് പറയുന്നത് 4/1 എസ് ക്യാരക്ടർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് sp2 ഹൈബ്രിഡൈസേഷനിൽ ഒരു എസും 2 പിയും മൊത്തം എത്ര ഓർബിറ്റലാ? 3 ഓർബിറ്റൽ ഉണ്ട്. 3 ഓർബിറ്റൽ ഔട്ട് ഓഫ് 3 ഓർബിറ്റൽ എത്ര എണ്ണം ഉണ്ട്? എസ് മൊത്തം 3 എണ്ണമാണ്. അതിൽ എത്ര എണ്ണമാണ് എസ്? 1 എണ്ണമാണ്. സോ ഇതിനകത്തുള്ള എസ് ക്യാരക്ടർ എന്ന് പറയുന്നത് 3/1 എസ് ക്യാരക്ടർ ആണ്. നെക്സ്റ്റ് sp ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ 2 ഓർബിറ്റലാണ് മൊത്തം ഉള്ളത്. അതിലൊരെണ്ണം എസ് ക്യാരക്ടർ ആണ്. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷനിൽ 1/4 എസ് ക്യാരക്ടർ, sp2 ഹൈബ്രിഡൈസേഷനിൽ 1/3 എസ് ക്യാരക്ടർ, sp ഹൈബ്രിഡൈസേഷനിൽ 1/2 എസ് ക്യാരക്ടർ. ഈ 3 എണ്ണത്തിൽ എവിടെയാണ് എസ് ക്യാരക്ടർ കൂടുതൽ? നോക്കിയേ,
4 എസ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ 4 ഡിവൈഡ് ചെയ്താൽ ഒരെണ്ണമേ ഉള്ളൂ എസ്. അടുത്ത 3 എസ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ 1, 2, 3 3 ഡിവൈഡ് ചെയ്തതിൽ ഒരെണ്ണമാണ് എസ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി 2 എസ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ 2 ഡിവൈഡ് ചെയ്തതിൽ ഒരെണ്ണമാണ് എസ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്? എസ് എവിടെയാണ് കൂടുതൽ? 2 ഡിവൈഡ് ചെയ്തതിൽ ഒരെണ്ണത്തിലല്ലേ എസ് കൂടുതൽ. സോ എസ് പി ഹൈബ്രിഡൈസേഷനിൽ എസ് ക്യാരക്ടർ കൂടുതലാണ്. എസ് ക്യാരക്ടർ കൂടിയാൽ ആ കാർബണിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിനെ പിടിച്ചെടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഉദാഹരണത്തിന് കാർബണിൽ ഒരു ഹൈഡ്രജൻ നിൽക്കുക എന്ന് വിചാരിച്ചോ. ഇത് ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആണ്. അടുത്ത ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ ബോണ്ടഡ് കാർബണിലാണ്. അടുത്ത ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിംഗിൾ ബോണ്ടഡ് കാർബണിലാണെന്ന് വിചാരിക്കാം. ഇവിടെ നിന്നെല്ലാം നമുക്ക് ഈ ഹൈഡ്രജനെ കളയണം. എവിടെ നിന്നാണ് ഹൈഡ്രജൻ പെട്ടെന്ന് പോകുന്നത്? നോക്കുക, ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൽ എസ് ക്യാരക്ടർ കൂടുതലാണ്. കാരണം എസ് പി ഹൈബ്രിഡൈസേഷൻ ആണ്. എവിടെയാണോ എസ് ക്യാരക്ടർ കൂടുതലുള്ളത് ആ കാർബൺ ആറ്റത്തിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോവാലന്റ് ബോണ്ടിങ്ങിൽ പങ്കെടുത്ത 2 ഇലക്ട്രോണിനെയും തന്നിലേക്ക് പിടിച്ചടുപ്പിക്കാനുള്ള കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ കാർബൺ എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോണിനെയും സ്വന്തമായിട്ട് പിടിച്ചെടുക്കും. ആസ് എ റിസൾട്ട് ആരെ കളയും? H+നെ കളയും. ഏതൊരു സ്പീഷീസ് ആയിക്കോട്ടെ H+നെ കളഞ്ഞാൽ ആ സബ്സ്റ്റൻസിനെ വിളിച്ചൂടെ അസിഡിക് നേച്ചർ എന്ന്? നമ്മൾ കുറേ നാളുകൊണ്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ്, അതായത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇക്വിലിബ്രിയം പഠിക്കുമ്പോഴെല്ലാം നമ്മൾ പറയുന്നുണ്ട് ആസിഡിക് ക്യാരക്ടർ എങ്ങനെയാണ്, എന്താണ് ആസിഡ് എന്ന് പറഞ്ഞാൽ. H+ ഡോണറിനെ വിളിക്കുന്ന പേരാണ് ആസിഡ്. ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ കാർബണിലേക്ക് വരും. ആസ് എ റിസൾട്ട് ഇവിടെ നിന്നും ആർക്ക് പോകാം? H+നും പോകാം. ദാറ്റ് മീൻസ് ഇത് അസിഡിക് അല്ലേ? അപ്പോൾ ഇതിനേക്കാൾ എസ് ക്യാരക്ടർ കുറവല്ലേ ഇവിടെ? ദാറ്റ് മീൻസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ദിസ് കാർബൺ കുറവല്ലേ? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞാൽ ഇലക്ട്രോണിനെ പിടിച്ചെടുക്കാനുള്ള ടെൻഡൻസി കുറയത്തില്ലേ? ആസ് എ റിസൾട്ട് H+നെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയത്തില്ലേ? H+നെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുക എന്ന് പറഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യുക? കുറയുകയാണ്. ഇവിടെ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കുറവാണ്. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിനെ പിടിച്ചെടുക്കാനുള്ള ടെൻഡൻസിയും വളരെ കുറവാണ്. H+നെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. ആസ് എ റിസൾട്ട് അസിഡിക് ക്യാരക്ടർ വളരെ 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 കുറവാണ്. അപ്പോൾ കാർബണിനെ sp3 ഹൈബ്രിഡൈസേഷൻ, sp2 ഹൈബ്രിഡൈസേഷൻ, sp ഹൈബ്രിഡൈസേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെ അസിഡിക് ക്യാരക്ടറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതാ നോക്കിക്കോ, CH3 സിംഗിൾ ബോണ്ട് CH3, CH2 ഡബിൾ ബോണ്ട് CH2, CH ട്രിപ്പിൾ ബോണ്ട് CH. ഇതിൽ ആരാണ് കൂടുതൽ അസിഡിക്? നിങ്ങൾ നോക്കണം. ഇവിടെ കാർബണിൽ സിംഗിൾ ബോണ്ടാണ്. കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. കാർബണിൽ ഡബിൾ ബോണ്ട് വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് sp ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് sp2, which is greater than that of sp3. As electronegativity increases, acidic character also increases. Electronegativity കൂടുന്നതിനനുസരിച്ച് acidic character എന്ത് ചെയ്യും? കൂടും. ആസ് എ റിസൾട്ട് ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ് ഡബിൾ ബോണ്ടിനേക്കാൾ അസിഡിക്, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ് സിംഗിൾ ബോണ്ടിനേക്കാൾ അസിഡിക്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ കാർബണിൽ ഏതൊക്കെ ബോണ്ട് വരുമെന്ന് അറിയാമല്ലോ. ഇനി കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ആൽക്കേൻ. കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് ഡബിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്കീൻ ആണ്. കാർബണാറ്റങ്ങളുടെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ അത് ആൽക്കൈൻ ആണ്. ആൽക്കേൻ്റെ വേറൊരു പേരാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ആൽക്കീൻ ആൻഡ് ആൽക്കൈനെ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അപ്പോൾ ഹൈഡ്രോകാർബണിനെ നമ്മളിപ്പോൾ ഇവിടെ രണ്ടായിട്ട് തിരിച്ചു. ഏതൊക്കെയാ? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്നും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്നും. കാർബണാറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ അതിൻ്റെ പേര് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൻ്റെ വേറൊരു പേരാണ് ആൽക്കേൻ. കാർബണാറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് വന്നാലോ കാർബണാറ്റങ്ങളുടെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് വന്നാലോ അവരെ കളക്റ്റീവായിട്ട് വിളിക്കുന്നു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന്.
കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിനെ ആൽക്കീൻ എന്നും, കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിനെ ആൽക്കൈൻ എന്നുമാണ് വിളിക്കുന്നത്. ഒരു ഐഡിയ കിട്ടിയല്ലോ. നമ്മളിനി നമ്മുടെ ചാപ്റ്ററിലോട്ട് അങ്ങ് കയറാൻ പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താ പറഞ്ഞേ? ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്. ആൽക്കേൻ എന്താണെന്ന് നമുക്കറിയാം. ആൽക്കേൻ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെയാണ് ആൽക്കേൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹാലോ അരീൻസ്, അരീൻ എന്ന് പറഞ്ഞാൽ എന്താ? അരോമാറ്റിക് കോമ്പൗണ്ട്. എന്താ അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ? ബെൻസീനും അതിൻ്റെ ഡെറിവേറ്റീവും. ബെൻസീൻ ഇതൊരു അരോമാറ്റിക് കോമ്പൗണ്ടാണ്. ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി വെച്ച് ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആകേണ്ട കണ്ടീഷനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇനിയും അത് റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കാൻ താല്പര്യമില്ല. നമുക്കറിയാം ബെൻസീനും അതിൻ്റെ ഡെറിവേറ്റീവും, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അരോമാറ്റിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ അരീൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബെൻസീനെ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇതും അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ദാ ഇങ്ങനെ എഴുതാം. ഒരിക്കലും ദാ ഇങ്ങനെയൊന്നും ബെൻസീൻ്റെ സ്ട്രക്ചർ എഴുതി വെക്കല്ലേ മക്കളെ. ഇതൊക്കെ വളരെ തെറ്റാണ്. ഇത് റോങ് ആണ്. ഇത് കറക്റ്റ്, ഇതാണ് കറക്റ്റ്. അതായത് സിമ്മട്രിക്കലായിട്ട് ആ ബോണ്ട് നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഹാലോ ആൽക്കേൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഹാലോ ഹാലോ ഹാലജൻ. ഹാലജൻ എന്ന് പറയുന്നത് എത്രാം ഗ്രൂപ്പ് എലമെൻസ് ആണ്? ഹാലജൻസ് എന്ന് പറയുമ്പോൾ 17ാം ഗ്രൂപ്പ് എലമെൻസ് ആണ്. 17ാം ഗ്രൂപ്പ് എലമെൻസ് ആരൊക്കെയാണ്? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ. പുതിയതായിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഏതാണ്? ടെന്നീസിൻ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള ഹാലജനുകൾ ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ. ഹൈഡ്രോ കാർബണുകളെ അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നും അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നും രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഹൈഡ്രോ കാർബണുകളെ അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നും അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നും തിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ടുകളാണ് ഹൈഡ്രോ കാർബൺ. ശ്രദ്ധിക്കണേ മക്കളെ, ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? ആ കോമ്പൗണ്ടിൽ ആര് മാത്രം? കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ടുകളാണ് എന്ത്? ഹൈഡ്രോ കാർബൺ, ഹൈഡ്രോജൻ. ഓക്കെ, കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ടാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഹൈഡ്രോ കാർബണുകളെ രണ്ടായിട്ട് തിരിക്കാം. അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നും അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നും. ബെൻസീനും അതിൻ്റെ ഡെറിവേറ്റീവും വരുന്നതാണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. അരോമാറ്റിക് കോമ്പൗണ്ട് ഒഴികെ ബാക്കി എന്തിനേയും നമുക്ക് പറയാം എന്തെന്ന്? അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന്. അലിഫാറ്റിക് ഹൈഡ്രോ കാർബണിന് എക്സാമ്പിളാണ് ആൽക്കേൻ, ആൽക്കീൻ, ആൽക്കൈൻ തുടങ്ങിയവ. ഇവർക്കെല്ലാം ഓരോ ജനറൽ ഫോമുലയുണ്ട്. CnH2n+2 ആണ് ആൽക്കേൻ്റെ ഫോമുല. CnH2n ആണ് ആൽക്കീൻ. CnH2n-2 ആണ് ആൽക്കൈൻ. അലിഫാറ്റിക് ഹൈഡ്രോ കാർബണിനെ മൂന്നായിട്ട് തിരിച്ചു: ആൽക്കേൻ, ആൽക്കീൻ, ആൽക്കൈൻ. ആൽക്കേനിൻ്റെ ജനറൽ ഫോമുല CnH2n+2. ആൽക്കീൻ ആണെങ്കിൽ CnH2n ആണ്. ആൽക്കൈൻ ആണെങ്കിൽ CnH2n-2 ആണ്. ഓക്കെ, ഇനി നോക്കിയേ, CnH2n+2 ആൽക്കേൻ്റെ ഫോമുലയാണേ. അങ്ങനെയാണെങ്കിൽ ഒരു കാർബണാറ്റമുള്ള ആൽക്കേൻ ആരാണ്? ഒരു കാർബണാറ്റമുള്ള ആൽക്കേൻ. ഒരു കാർബണാറ്റമുള്ള ആൽക്കേൻ എന്ന് പറയുമ്പോൾ എന്നിന് പകരം 1 എന്ന് കൊടുക്കുക. അപ്പം C1 H2 × n. n എത്രയാ? 1 ആണ്. 2 × 1 2. 2 + 2 എത്രയാണ്? 4 ആണ്. അപ്പോൾ ഒരു കാർബണാറ്റമുള്ള ആൽക്കേനിൻ്റെ ഫോമുല CH4 ആണ്. അങ്ങനെയാണെങ്കിൽ 2 കാർബണാറ്റമുള്ള ആൽക്കേൻ്റെ ഫോമുല എന്താ? എന്നിന് പകരം 2 എന്ന് കൊടുക്കുക. അപ്പോൾ C2 H2 × 2 4 ആണ്. 4 + 2 6. അപ്പോൾ N2 ആണെങ്കിൽ ആൽക്കേൻ്റെ ഫോമുല C2H6. N3 ആണെങ്കിലോ C3H8. N4 ആണെങ്കിൽ C4H10.
ഇങ്ങനെ അങ്ങോട്ട് പോകത്തില്ലേ? ഈ ആൽക്കേനിലെ ഹൈഡ്രജൻ ആറ്റത്തെ കളയുക. ഉദാഹരണത്തിന് CH4-ൽ നിന്നും ഒരു ഹൈഡ്രജൻ -1 ഹൈഡ്രജൻ പ്ലസ് ഹാലോജൻ. മനസ്സിലായോ? ആൽക്കേനിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോകുന്നു. ആ ഹൈഡ്രജൻ പോകുന്നതിന് പകരം ആര് വരിക? എക്സ് വരിക. എക്സ് എന്ന് പറയുന്നത് ആരൊക്കെയാ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇവരിൽ ആരെങ്കിലും വന്നാൽ നമുക്ക് ആ കോമ്പൗണ്ടുകളെ വിളിക്കാം ഹാലോ ആൽക്കേൻ എന്ന്. ഹൈഡ്രജൻ ആറ്റം ഓഫ് ആൻ ആൽക്കേൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഹാലോജൻ. ആൽക്കേനിലെ ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്ത് ഹാലോജൻ വന്നാൽ ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഹാലോ ആൽക്കേൻ എന്ന്. ആ കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹാലോ ആൽക്കേൻ. അങ്ങനെയാണെങ്കിൽ CH4-ൽ നിന്നും ഒരു ഹൈഡ്രജൻ പോയി. ഒരു ഹൈഡ്രജൻ പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? CH3 ആകും. ഹൈഡ്രജൻ പോയതിന് പകരം ആര് വരണം? ഹാലജൻ വരണം. ഹാലജൻ ആരാകാം? ഫ്ലൂറിനാകാം, ക്ലോറിനാകാം, ബ്രോമിനാകാം, അയോഡിനാകാം. ഞാൻ ഫ്ലൂറിനെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കിട്ടിയ സാധനത്തിനെ നമുക്ക് വിളിക്കാം എന്തെന്ന്? ഹാലോ ആൽക്കേൻ. ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹാലോ ആൽക്കേൻ. ഇനി C2H6. C2H6 എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ എങ്ങനെയാണ് മക്കളെ? എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം. ആൽക്കേൻ ആയതുകൊണ്ട് 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് ഏതാ? സിംഗിൾ ബോണ്ടാ. ആദ്യത്തെ കാർബണിന് ഒരു ബോണ്ട്, ദാറ്റ് മീൻസ് ഒരു വാലൻസിയേ ഉള്ളൂ. കാർബണിൻ്റെ വാലൻസി എത്രയാ? 4 ആണ്. കാർബണിന് ചുറ്റും 4 ബോണ്ട് വരണം. കാർബണിൻ്റെ വാലൻസി 4 ആണ്. ഇവിടെ ഒരു ബോണ്ടേ ഉള്ളൂ, ഒരു വാലൻസിയേ ഉള്ളൂ. ദാറ്റ് മീൻസ് ബാക്കി 3 വാലൻസിയിൽ ആരാ? 3 ഹൈഡ്രജനാണ്. അടുത്ത കാർബണിൻ്റെ ഒരു വാലൻസിയേ ഉള്ളൂ, ബാക്കി 3 വാലൻസിയിൽ 3 ഹൈഡ്രജനാണ്. നമ്മൾ എന്താ പറഞ്ഞേ? ആൽക്കേനിൽ നിന്ന് H പോകണം. H പോകുമ്പോൾ CH3 ഉണ്ടായിരുന്നു, ഒരു H പോയി, അതെന്തായിട്ട് മാറി? CH2 ആയിട്ട് മാറി. എക്സ് വരുന്നു. എക്സ് എന്ന് പറയുന്നത് ആരൊക്കെയാകാം? ഫ്ലൂറിനാകാം, ക്ലോറിനാകാം, ബ്രോമിനാകാം, അയോഡിനാകാം. അപ്പം ഞാൻ കൊടുത്തു ആരാ? ക്ലോറിനാണ്. അപ്പം നമുക്ക് എന്തോ കിട്ടി? ഹാലോ ആൽക്കേൻ കിട്ടി. നെക്സ്റ്റ് നോക്കിയേ, C3H8 എത്ര കാർബൺ ആറ്റമാ? 3 കാർബൺ ആറ്റം. ആൽക്കേൻ ആയതുകൊണ്ട് 3 കാർബൺ ആറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട്. ആദ്യത്തെ കാർബണിന് ഒരു ബോണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. അടുത്ത കാർബണിന് 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. അടുത്ത കാർബണിന് ഒരു ബോണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. ഇതല്ലേ ആൽക്കേൻ? ആൽക്കേനിലെ ഹൈഡ്രജൻ പോവുക, ഇവിടുത്തെ ഹൈഡ്രജൻ പോകാം, ഇവിടുത്തെ ഹൈഡ്രജൻ പോകാം. ഇതിലെ പോയാലും ഒരുപോലെയാണ്. കാരണം രണ്ടും CH3 ഗ്രൂപ്പാണ്. രണ്ടും എൻഡിലെ CH3 ഗ്രൂപ്പാണ്. അപ്പോൾ ഒന്നുകിൽ ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാം. ഞാൻ ഇവിടുത്തെ ഹൈഡ്രജനെ കളയുക. ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടും CH3. CH2-ൽ നിന്നൊരു ഹൈഡ്രജൻ പോയി, പകരം ബ്രോമിൻ വന്നു, ദെൻ CH3 ആയിട്ട് മാറി. അപ്പോൾ ഇതും എന്താണ്? ഹാലോ ആൽക്കേനാണ്. ദെൻ C4H10 4 കാർബൺ ആറ്റത്തെ ആദ്യം എന്ത് ചെയ്യണം? സിംഗിൾ ബോണ്ട് ഇട്ടങ്ങ് എഴുതണം. ആദ്യത്തെ കാർബണിൽ ഒരു ബോണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. രണ്ടാമത്തെ കാർബണിൽ 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. അടുത്ത കാർബണിൽ 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. ഒരു ബോണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. ഇതാണ് ആൽക്കേൻ. ഹൈഡ്രജനെ കളയണം. ഇവിടുത്തെ കളയാം, ഇവിടുത്തെ കളയാം. ഇവിടുത്തെ പോയാലും ഇവിടുന്ന് ഹൈഡ്രജൻ പോയാലും ഒരുപോലെ. ഇത് രണ്ടും CH2 ആണ്. ഇവിടെ നിന്ന് പോയാലും ഒരുപോലെയാണ്. അപ്പോൾ രണ്ടിടത്തു നിന്ന് എവിടെ നിന്നെങ്കിലും ഒരിടത്തു നിന്ന് ആര് പോകാം? ഹൈഡ്രജൻ പോകാം. ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടും CH3. ഈ CH2-ലെ ഹൈഡ്രജനെ കളയുന്ന പകരം അയോഡിൻ വരുന്നു. ദെൻ CH2, CH3. ഇത്രയേ ഉള്ളൂ മക്കളെ. ഹൈഡ്രജൻ ആറ്റം ഓഫ് ആൻ ആൽക്കേൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഹാലോജൻ. ആ കോമ്പൗണ്ടുകളെ വിളിക്കുന്നു ഹാലോ ആൽക്കേൻ എന്ന്. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ആയ ഹാലോ ആൽക്കേൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഹൈഡ്രജൻ ആറ്റം ഓഫ് ആൽക്കേൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഹാലോജൻ. ദറ്റ് ഈസ് കോൾഡ് ഹാലോ ആൽക്കേൻ. ഇനി നമ്മുടെ ചാപ്റ്ററിൻ്റെ അടുത്ത ഹെഡിങ് ആണ് ഹാലോ അരീൻസ്. ഹാലോ അരീൻസ്. ഹാലോ അരീൻസ് നമുക്കറിയാം അരോമാറ്റിക് കോമ്പൗണ്ട് ആണ് ബെൻസീൻ. അരോമാറ്റിക് കോമ്പൗണ്ട് ആണ് ബെൻസീൻ. ബെൻസീനിൽ 1, 2, 3, 4, 5, 6 കോർണർ ഉണ്ട്. 6 കോർണറിൽ 6 കാർബൺ ആറ്റം അല്ലേ? ഞാനൊന്ന് ഓപ്പൺ ആക്കി വരയ്ക്കുകയാണ്. ഇത് 6 കാർബൺ എന്ന് പറയുമ്പോൾ
6 കോർണറിലായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ഇതല്ലേ ഈ വരച്ച് വെച്ചേക്കുന്നത്? ആദ്യത്തെ കാർബൺ 2 1 3 ബോണ്ട്, 4ാമത്തെ വാലൻസിയിൽ ഹൈഡ്രജൻ ഉണ്ട്. അടുത്ത കാർബൺ 2 1 3 ബോണ്ട്, 4ാമത്തെ വാലൻസിയിൽ ഹൈഡ്രജൻ. നെക്സ്റ്റ് കാർബൺ 2 ബോണ്ട്, 4ാമത്തെ വാലൻസിയിൽ ഹൈഡ്രജൻ. 2 1 3 ബോണ്ട്, 4ാമത്തെ വാലൻസിയിൽ ഹൈഡ്രജൻ. 2 1 3 ബോണ്ട്, 4ാമത്തെ വാലൻസി ഹൈഡ്രജൻ. 2 1 3 ബോണ്ട്, 4ാമത്തെ വാലൻസി ഹൈഡ്രജൻ. ഇതല്ലേ ശരിക്കും ബെൻസീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഓക്കെ, 6 കാർബൺ ആറ്റം C6, 1 2 3 4 5 6 ഹൈഡ്രജൻ ആറ്റം. ഫോർമുല ഓഫ് ബെൻസീൻ എന്താ? C6H6 ആണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോർണറിലെ ഹൈഡ്രജനെ അങ്ങ് കളാ, പകരം ആരെ ആഡ് ചെയ്യുക? ഹാലോജനെ ആഡ് ചെയ്യുക. ഹൈഡ്രജൻ പോകുന്നു, പകരം ആര് വരിക? ഹാലോജൻ വരിക. അപ്പം കിട്ടുന്ന കോമ്പൗണ്ടുകളെയാണ് ഹാലോ അരീൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബെൻസീനിൽ നിന്നും ഹൈഡ്രജൻ പോയി. ബെൻസീനിൽ നിന്ന് ഹൈഡ്രജൻ പോയപ്പോൾ നമുക്ക് എന്തോ കിട്ടി? ഹാലോജൻ വന്നു, ക്ലോറിൻ വന്നു. സോ ദീസ് കോമ്പൗണ്ട്സ് ആർ കോൾഡ് ഹാലോ അരീൻസ്. അപ്പോൾ ഹാലോ ആൽക്കെയിൻ എന്താ, ഹാലോ അരീൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഹൈഡ്രജൻ ആറ്റം ഓഫ് ആൻ ആൽക്കെയിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഹാലോജൻ, വി ഗെറ്റ് ഹാലോ ആൽക്കെയിൻ. Hydrogen atom of benzene is replaced by halogen, we get haloarenes. It is otherwise called aryl halide. Okay, general formula നമുക്ക് എഴുതാം. നോക്കിയോ, ഇവിടെ CH3F, ഇവിടെ CH3 CH2Cl, CH3 CHBr CH3. ആൽക്കേനിൽ നിന്നും ഒരു ഹൈഡ്രജൻ കുറഞ്ഞതല്ലേ? ആൽക്കേനിൽ നിന്നും ഹൈഡ്രജൻ കുറഞ്ഞാൽ നമുക്ക് ആൽക്കൈൽ എന്ന് വിളിച്ചൂടെ? ആൽക്കേനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറഞ്ഞ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ. ആൽക്കൈൽ ഗ്രൂപ്പിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് R എന്നാണ്. R എന്ന് പറഞ്ഞാൽ കാർബൺ ഹൈഡ്രജൻ ഗ്രൂപ്പ് എന്നേ മീനിങ് ഉള്ളൂ. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ R ഗ്രൂപ്പ്, കാർബൺ ഹൈഡ്രജൻ ഗ്രൂപ്പ്. ഹൈഡ്രജൻ പോയിട്ട് ആര് നിൽക്കുക? ഹാലോജൻ നിൽക്കുക. ദാറ്റ് ഈസ് RX ഇസ് ദ ജനറൽ ഫോർമുല ഓഫ് ഹാലോ ആൽക്കെയിൻ ഓർ ആൽക്കൈൽ ഹാലൈഡ്. അടുത്ത ജനറൽ ഫോർമുല ഇതിപ്പം ക്ലോറിൻ വന്നു. അടുത്ത നമുക്ക് ആരെ പറയാം? ക്ലോറിന് പകരം ബ്രോമിൻ വരാം, അതും അല്ലെങ്കിൽ ഫ്ലൂറിൻ വരാം, അതും അല്ലെങ്കിൽ ആര് വരാം? അയോഡിൻ വരാം. അയോഡിൻ വരാം. നമുക്കിതിനെ വിളിക്കാം ഹാലോ അരീൻസ്. ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് RX എന്ന് എഴുതിയ പോലെ നമുക്കിവിടെ എഴുതാം ARX. ഇത് അരൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ അരീൻസ്. അരൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ അരീൻസ്. ഇത് ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻ. ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻ. ഒരു ബേസിക് ഐഡിയ കിട്ടിയോ? ഹാലോജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഹാലോ കോമ്പൗണ്ട്. അത് ഹാലോ ആൽക്കെയിൻ ആവാം അല്ലെങ്കിൽ ഹാലോ അരീൻസ് ആവാം. ക്ലിയർ ആയല്ലോ? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാലോജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെ ക്ലോറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ് ക്ലോറാംഫെനിക്കോൾ എന്ന് വിളിക്കുന്നത്. ക്ലോറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആരാണ്? ക്ലോറാംഫെനിക്കോൾ. ഈ കോമ്പൗണ്ടിനകത്ത് ഇതൊരു മെഡിസിനാണ്. ഇതിനകത്ത് ക്ലോറിനുണ്ട്. ക്ലോറിൻ എന്ന് പറയുന്നത് ഹാലജനാണ്. ഒരു ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ്, ഒരു ഹാലോ കോമ്പൗണ്ടാണ് ക്ലോറാംഫെനിക്കോൾ. ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ടൈഫോയിഡ് ഫീവർ. അപ്പോൾ ടൈഫോയിഡ് ഫീവറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ് ആര്? ക്ലോറാംഫെനിക്കോൾ. Chloramphenicol is a halogen containing compound, chlorine containing compound. It is used for the treatment of typhoid fever. അടുത്ത ഒരു ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ് ക്ലോറോക്കിൻ. അതിനകത്ത് നമുക്കറിയാം ഹാലജൻ ക്ലോറിനാണ്. Chloroquine is used for the treatment of malaria. മലേറിയയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് ക്ലോറോക്കിൻ. ക്ലോറോക്കിനകത്ത് ആരാ ഉള്ളത്? ക്ലോറിനാണ്, ഹാലജനാണ്, ഒരു ഹാലോ കോമ്പൗണ്ടാണ് ക്ലോറോക്കിൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മലേറിയ. ഇനി നമുക്കറിയാം ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം നമുക്കറിയാം. ഗോയിറ്റർ ഉണ്ടാകാൻ കാരണം തൊണ്ടമുഴ എന്ന് പറയത്തില്ലേ? തൊണ്ടമുഴ.
അപ്പോൾ ഗോയിറ്ററിന് കാരണം എന്തിൻ്റെ ഡെഫിഷ്യൻസിയാണെന്ന് പറയാറുണ്ട്? അയോഡിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഉപ്പ് കുറയുന്നത് മൂലം അയോഡിൻ കണ്ടന്റ് അല്ലേ, അങ്ങനെ ഉപ്പല്ല, അയോഡിൻ കണ്ടന്റ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഗോയിറ്റർ. അപ്പോൾ അയോഡിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹാലജനാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിളാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഡെഫിഷ്യൻസി ഓഫ് ഹാലജൻ. ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ലീഡ്സ് ടു ഗോയിറ്റർ. അപ്പോൾ അടുത്തയാണ് അയഡിൻ കണ്ടെയ്നിങ് ഒരു അയഡിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഹാലജൻ്റെ ഡെഫിഷ്യൻസിയാണ് ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ലീഡ്സ് ടു ഗോയിറ്റർ. ഗോയിറ്ററിന് കാരണമാകുന്നു ആരുടെ ഡെഫിഷ്യൻസി? അയോഡിൻ്റെ ഡെഫിഷ്യൻസി. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ടാണ് ഹാലോത്തേൻ. ഹാലോത്തേൻ എന്ന് പറയുന്ന സാധനം അനസ്തറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന, സർജറി ഒക്കെ നടക്കുന്ന സമയത്ത് ഈ അനസ്തറ്റിക് ആയിട്ട്, അതായത് മയങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ് ഹാലോത്തേൻ. ഹാലോത്തേൻ എന്ന് പറയുന്നത് അനസ്തറ്റിക് ഇൻ സർജറി. സർജറിയിലൊക്കെ അനസ്തറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഹാലത്തേൻ. ഇത് 4 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോണേ. ക്ലോറാഫെനിക്കോൾ ടൈഫോയിഡ് ഫീവർ, ക്ലോറോക്കിൻ മലേറിയ, ഹാലത്തേൻ അനസ്തറ്റിക്, അയോഡിൻ ഗോയിറ്റർ. ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ ലീഡ്സ് ടു ഗോയിറ്റർ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഹാലോ കോമ്പൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ. സാധാരണ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ ബേസിസിലാണ്. പക്ഷേ ഇവിടെ ഹാലോ കോമ്പൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്യുന്നത് പല ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഹാലോജൻ ആറ്റം. ഓൺ ദ basis of number of halogen atom. On the basis of number of halogen atoms, ഹാലോ കോമ്പൗണ്ടിനെ പ്രധാനമായിട്ടും 3ആയിട്ട് തിരിക്കാം. ഇതാ നോക്കിക്കൊള്ളുക. CH3Br, CH2Cl, CH3CHICH3. Next CH2Br, CH2Br, CH3 CHBr, CH2Cl, CH3 CHI CH2 CH2Br. Next CH2 CHCl CHBr CH2Br. Then okay, on the basis of number of halogen atom, first ഹാലോ ആൽക്കേൻ്റെ കാര്യമെന്ന് ഞാൻ പറയുന്നത്, ഹാലോ അലീൻസിൻ്റെ കാര്യം വന്നില്ല. ഹാലോ ആൽക്കെയിൻസിനെ പ്രധാനമായിട്ടും 3ആയിട്ട് തിരിക്കാം. ദാ ഈ എഴുതിയ എക്സാമ്പിൾ എത്ര ഹാലോജൻ ഉണ്ട്? ഒരെണ്ണം. ഇവിടെയോ ഒരു ഹാലോജൻ, ഇവിടെയും ഒരു ഹാലോജൻ. ഇതെല്ലാം ഹാലോ ആൽക്കെയിനാണ്, ഇതെല്ലാം ഹാലോ കോമ്പൗണ്ടുകളാണ്. ഈ കോമ്പൗണ്ടുകളിലെല്ലാം ഒറ്റ ഹാലോജൻ ആറ്റമേ അടങ്ങിയിട്ടുള്ളൂ. The halo compound which contains only one halogen, one type alla, only one halogen, that compounds are called monohalo compounds. എന്താ? monohalo compounds. ഒരു കോമ്പൗണ്ടിൽ ഒരു കോമ്പൗണ്ടിൽ ഒറ്റ ഹാലോജനേ ഉള്ളൂ എങ്കിൽ ആ കോമ്പൗണ്ടിൻ്റെ പേരാണ് മോണോഹാലോ കോമ്പൗണ്ട്. ഇനി ഒറ്റ ഹാലോജനാറ്റം ഉള്ളത് ആൽക്കെയിൻ ആണെങ്കിൽ അതിനെ മോണോഹാലോ ആൽക്കെയിൻ എന്നും, ഒറ്റ ഹാലോജനാറ്റമുള്ള അരോമാറ്റിക് കോമ്പൗണ്ട് ആണെങ്കിൽ അതിനെ മോണോഹാലോ അരീൻ എന്നുമാണ് വിളിക്കുന്നത്, അരീൻസ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിലെല്ലാം ഒറ്റ ഹാലോജനാറ്റമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് മോണോഹാലോ കോമ്പൗണ്ട്.
സെക്കൻഡ് കേസ് നോക്കിയേ, ഇവിടെ എത്ര ബ്രോമിനാ? 2 ബ്രോമിൻ. ആ കോമ്പൗണ്ടിൽ 2 ഹാലജൻ ഉണ്ട്. ആ 2 ഹാലജനും സെയിം ടൈപ്പാണ്. ഈ കോമ്പൗണ്ടിൽ 2 ഹാലജൻ ഉണ്ട്, പക്ഷേ രണ്ടെണ്ണവും ഡിഫറൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഈ കോമ്പൗണ്ടിൽ എത്ര ഹാലജൻ ഉണ്ട്? 2 ഹാലജൻ. ഇവിടെ എത്ര ഹാലജനാണ് ഉള്ളത്? ഇവിടെയും 2 ഹാലജനാണ്. അപ്പോൾ ഒരു ഹാലോ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ടിൽ 2 ഹാലജനാറ്റം ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈഹാലോ കോമ്പൗണ്ട്. ഡൈഹാലോ കോമ്പൗണ്ട്. ഫസ്റ്റ് വൺ മോണോഹാലോ കോമ്പൗണ്ട്, രണ്ടാമത്തത് ഡൈഹാലോ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൽ 1, 2, 3 ഹാലജനാറ്റം ഉണ്ട്. 3 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം പോളിഹാലോ കോമ്പൗണ്ട് എന്ന്. 3 ഹാലജനോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം പോളിഹാലോ കോമ്പൗണ്ട് എന്ന്. എക്സാമ്പിൾ, 3 ഹാലജൻ ആണെങ്കിൽ അതിനെ ട്രൈഹാലോ കോമ്പൗണ്ട് എന്നും, 4 എണ്ണമാണെങ്കിൽ അതിനെ ടെട്രാഹാലോ കോമ്പൗണ്ട് എന്നും, 5 എണ്ണമാണെങ്കിൽ പെൻഡ എന്ന്. നോർമലി 5 എണ്ണമൊന്നും വരാറില്ല, നോർമലി ട്രൈ വരെയാണ് വരാറ്. ഇൻ കേസ് 4 എണ്ണം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടെട്രാഹാലോ കോമ്പൗണ്ട്. ഇതിനെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് പോളിഹാലോജൻ കോമ്പൗണ്ട്. അപ്പോൾ ഹാലോ കോമ്പൗണ്ടിനെ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഹാലോജൻ ആറ്റം എത്ര ആയിട്ട് തിരിച്ചു? 3 ആയിട്ട്. മോണോഹാലോ കോമ്പൗണ്ട്, ഡൈഹാലോ കോമ്പൗണ്ട്, പോളിഹാലോ കോമ്പൗണ്ട്. A compound which contains only 1 halogen atom monohalo, 2 halogen atom dihalo, more than 2 halogen atom polyhalo. If number of halogen atom is 3, it is called a trihalo compound. 4 ആണെങ്കിൽ tetrahalo compound, 5 ആണെങ്കിൽ pentahalo compound. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്നതെല്ലാം ആൽക്കെയിൻ്റെ, ഹാലോ ആൽക്കെയിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ മോണോഹാലോ ആൽക്കെയിൻ, ഇത് ഡൈഹാലോ ആൽക്കെയിൻ, ഇതിനെ എന്തെന്ന് വിളിക്കാം? പോളിഹാലോ ആൽക്കെയിൻ എന്ന് വിളിക്കാം. ഇതേപോലെ അരോമാറ്റിക് കോമ്പൗണ്ടിലും വന്നൂടെ? നോക്കാം നമുക്ക്. ഇത് ബെൻസീനാണ്. ബെൻസീനകത്ത് 1 ഹാലോജൻ വന്നു, ദാറ്റ് ഈസ് ക്ലോറിൻ, മോണോഹാലോ ബെൻസീൻ. ഇവിടെ വന്നപ്പോൾ അത് ഡൈഹാലോ ബെൻസീനായി. ഇവിടെ വന്നപ്പോൾ അത് ട്രൈഹാലോ ബെൻസീനായി. ആണോ? അപ്പം മോണോഹാലോ ബെൻസീൻ, ഡൈഹാലോ ബെൻസീൻ, പോളിഹാലോ ബെൻസീൻ. ബെൻസീനകത്ത് 1 ഹാലജൻ ആറ്റം ആണെങ്കിൽ മോണോഹാലോ ബെൻസീൻ, മോണോഹാലോ കോമ്പൗണ്ട്, രണ്ടാമത്തെ ഡൈഹാലോ, അടുത്തത് പോളിഹാലോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഹാലജൻ ആറ്റം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി കാർബൺ. അപ്പോൾ നമ്മൾ അറിയണം എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി, എന്താണ് ടെർഷറി. നോക്കാം നമുക്ക്. ഇങ്ങനെ ചിന്തിക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് FG. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാ? എന്താ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ? ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് വരുന്ന ആറ്റത്തെയോ ഗ്രൂപ്പ് ഓഫ് ആറ്റങ്ങളെയോ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ സാധാരണ ഉപയോഗിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ X ഹാലോജനുകളാകാം, OH ആൽക്കഹോളാകാം, NH2 അമിനോ ഗ്രൂപ്പാകാം, CHO ആൽഡിഹൈഡാണ്, COOH ആസിഡാണ്, അല്ലേ? CO ഗ്രൂപ്പ് കീറ്റോൺ ആണ്. ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നമുക്കറിയാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. ഓൺ ദ ബേസിസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഹാലോ കോമ്പൗണ്ടിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ അറിയണം എന്താണ് പ്രൈമറി. ദാ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഈ കേസിൽ മറ്റ് കാർബണാറ്റങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഈ കാർബണിലാണ്. അതിനെ അറ്റാച്ച് ചെയ്ത് വേറെ കാർബണാറ്റങ്ങളെ വല്ലതും കാണാനുണ്ടോ? ഇല്ല. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ എത്ര കാർബണാറ്റം ഉണ്ട്? 1 കാർബണാറ്റം. കൺസിഡറബിൾ കാർബൺ, കൺസിഡറബിൾ കാർബൺ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ attached to either attached to 1 carbon atom or no other carbon atom. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒന്നുകിൽ 1 കാർബൺ ആറ്റം അല്ലെങ്കിൽ കാർബൺ ആറ്റങ്ങളൊന്നും കാണാൻ പാടില്ല. അങ്ങനത്തെ കാർബണുകളെ വിളിക്കുന്ന പേരാണ്
പ്രൈമറി കാർബൺ. എന്താ? പ്രൈമറി കാർബൺ. പ്രൈമറിയെ ഡിനോട്ട് ചെയ്യാൻ ഒന്നുകിൽ PRIMARY പ്രൈമറി എന്ന് തന്നെ എഴുതാം, അല്ലെങ്കിൽ പ്രൈ എന്ന് എഴുതാം, അതും അല്ലെങ്കിൽ 1 ഡിഗ്രി എന്ന് കൊടുക്കാം. 1 ഇട്ടിട്ട് ഡിഗ്രി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരോ അയാൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒന്നുകിൽ ഒരു കാർബൺ ആറ്റം അല്ലെങ്കിൽ മീതയിലെല്ലാം പ്രൈമറി ആണെന്ന് ചിന്തിച്ചാലും മതി, ഒരു കാർബൺ ആറ്റം അല്ലെങ്കിൽ മറ്റ് കാർബൺ ആറ്റങ്ങളൊന്നും പാടില്ല. അങ്ങനത്തേനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമറി. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരൊക്കെയാകാം? ഇതാ നോക്കിയേ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഞാനിപ്പോൾ പറയുന്നത് ക്ലോറിനാണ്. ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ കാർബൺ ആറ്റങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ക്ലോറിൻ ഈസ് എ ഹാലജൻ. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് മറ്റ് കാർബൺ ആറ്റങ്ങളൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലോ ഒരെണ്ണം ഉണ്ടെങ്കിലോ അതിനെ വിളിക്കുന്ന പേരെന്താ? പ്രൈമറി. ഇത് ഹാലജൻ ആയതുകൊണ്ട് ഈ കോമ്പൗണ്ടുകളെ വിളിക്കാം പ്രൈമറി ഹാലോ കോമ്പൗണ്ട് അല്ലെങ്കിൽ പ്രൈമറി ഹാലോ ആൽക്കേൻ എന്ന്, അല്ലേ? പ്രൈമറി ഹാലോ കോമ്പൗണ്ട് അല്ലെങ്കിൽ പ്രൈമറി ഹാലോ ആൽക്കേൻ എന്ന് വിളിക്കാം. ഇനി അടുത്തൊരു കേസ് നോക്കുക. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരു കാർബൺ ആറ്റം ഉണ്ട്. അതുകൊണ്ട് ഇതും എന്ത് തന്നെയാ? പ്രൈമറി ഹാലോ ആൽക്കെയിൻ തന്നെയാ. ഇതും എന്ത് തന്നെയാണ്? പ്രൈമറി ഹാലോ ആൽക്കെയിൻ. നെക്സ്റ്റ് കേസ് നോക്കിയേ, ബ്രോമിനാണ് ഹാലോജൻ. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരിക്കലും മക്കളെ രണ്ടെന്ന് പറയരുതേ. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതിൻ്റെ വാലൻസി 4. ഒരിടത്ത് നമ്മുടെ ഹാലജൻ വന്നിരിക്കുന്നു, ബാക്കി രണ്ടിടത്ത് ഹൈഡ്രജൻ വന്നിരിക്കുന്നു. 4ാമത്തെ ഈ ഒരു സ്ഥലത്തല്ലേ കാർബൺ വന്നിട്ടുള്ളൂ. ഈ കാർബൺ ഇതിനെയല്ലേ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? കൺഫ്യൂഷൻ ഉണ്ടാവരുതേ. ഈ കാർബണിനെ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് ഈ ഒരൊറ്റ കാർബൺ അല്ലേ ഉള്ളൂ. ഈ കാർബൺ ആരെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ദാ ഈ കാർബണിനെയാണ്. നമ്മൾ പറഞ്ഞത് എന്താ? നമ്മൾ നോക്കുന്ന കാർബൺ, ദാറ്റ് മീൻസ് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒറ്റ കാർബൺ മാത്രം, അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഹാലോ ആൽക്കെയിൻ, പ്രൈമറി ഹാലോ കോമ്പൗണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ പ്രൈമറി എന്താണെന്ന് മനസ്സിലായോ? ഫങ്ഷണൽ ഗ്രൂപ്പ് ആരോ ആയിക്കോട്ടെ, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബൺ ആറ്റം ഉണ്ടാവണം. ഒന്നുമില്ലെങ്കിൽ അത് പ്രൈമറിയാണ്, ഒന്നുമില്ലെങ്കിൽ അത് മീതയിൽ എപ്പോഴും എന്താണ്? പ്രൈമറിയാണ്. അപ്പം നമുക്കത് പറയണമെന്ന് നിർബന്ധമില്ല. നമ്മൾ നോക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബണും ഇല്ലെങ്കിൽ അതെന്താണ്? അത് മീതയിലാണ്, അത് ഷുവറാണ്, അതെന്താണ്? പ്രൈമറിയാണ്. ഇനി പറയുകയാണ്, നമ്മൾ നോക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ എങ്കിൽ അതിനെ വിളിക്കാം പ്രൈമറി എന്ന്. നമ്മൾ നോക്കുന്ന കാർബൺ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാണ്. ആ കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബൺ ആറ്റമേ ഉള്ളെങ്കിൽ അതിനെ വിളിക്കാം നമുക്ക് പ്രൈമറി ഹാലോ കോമ്പൗണ്ട്, ദാറ്റ് ഈസ് പ്രൈമറി ഹാലോ ആൽക്കെയിൻ. ആ പ്രൈമറി ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതാ നോക്കിയേ, OH ഗ്രൂപ്പാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പാണ്. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട് നോക്കിയേ. ഇങ്ങോട്ട് എത്രയോ കിടന്നോട്ടെ, അത് നമ്മൾ നോക്കണ്ട. നമ്മുടെ കാർബൺ ഇതാണ് അല്ലേ? OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണായ ഇതാണ് നമ്മുടെ കാർബൺ. ഈ കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ ഒരിടത്തല്ലേ കാർബൺ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇതെന്താണ്? പ്രൈമറിയാണ്. പ്രൈമറിയാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആയതുകൊണ്ട് ഇതിനെ നമുക്ക് വിളിക്കാം പ്രൈമറി ആൽക്കഹോൾ എന്ന്. എന്താ? പ്രൈമറി ആൽക്കഹോൾ. ഇനി അടുത്ത് നോക്കിയേ, NH2 ഗ്രൂപ്പ് ഒരു കോമ്പൗണ്ടിൽ വരികയാണ്. NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിന് ചുറ്റും എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഈ കാർബണിന് ചുറ്റും എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. കാരണം ബാക്കി രണ്ടിടത്തും ആരാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇത് പ്രൈമറിയാണ് അല്ലേ? ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഏതാ? NH2 ആണ്. NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബണേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പ്രൈമറിയാണ്. NH2 ഗ്രൂപ്പ് വന്നാൽ പിന്നെ ആ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്നത് അമീൻ എന്നാണ്. സോ ഇത് പ്രൈമറി അമീനാണ്. അപ്പം നമ്മുടെ ടോപ്പിക് എന്താ? ഓൺ ദ ബേസിസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഹാലോ കോമ്പൗണ്ടിനെ എത്ര ആയിട്ട് തിരിക്കുന്നു. അതിലൊന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് പ്രൈമറി ഹാലോ കോമ്പൗണ്ട് അല്ലെങ്കിൽ പ്രൈമറി ഹാലോ ആൽക്കെയിൻ. അപ്പോൾ എന്താ പ്രൈമറി ഹാലോ ആൽക്കെയിൻ?
halogen attached carbon is primary. Halogen attached carbon is primary means halogen attached carbon is attached to only one carbon atom. അല്ലേ? Primary halo alkane. നോക്കിയേ, primary halo alkane. Halogen attached carbon attached to one other carbon. Halogen attached carbon attached to one other carbon. ഉദാഹരണത്തിന് ഇതാ നോക്കിയേ മക്കളെ, നിങ്ങൾ ബോണ്ട് ലൈൻ സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടില്ലേ? ബ്രോമിൻ അറ്റാച്ച്ഡ് കാർബൺ ഈസ് ദിസ്. ഇത് പ്രൈമറി ആണോ? ഇങ്ങനെ തന്നിരിക്കുന്നത് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ എന്നറിയാൻ വേണ്ടി ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ സ്ട്രക്ചറിൻ്റെ എക്സ്പാൻഡഡ് ഫോം അങ്ങ് എഴുതണം. ഇതാ ഓരോ പോയിൻറ്റും ഓരോ കാർബണാണ്. ആദ്യത്തെ പോയിൻ്റ് ഒരു കാർബൺ, രണ്ടാമത്തെ പോയിൻ്റ് അടുത്ത കാർബൺ, മൂന്നാമത്തെ പോയിൻ്റ് അടുത്ത കാർബൺ, മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് ഒരു ബോണ്ട് ഇട്ടിട്ട് Br. ഈ രണ്ട് കാർബണാറ്റങ്ങളുടെ ഇടയിൽ ഒരു ബോണ്ട്, ഇവിടെ രണ്ടിടത്തും ഒരു ബോണ്ട്. ഇത് പ്രൈമറി ആണോ എന്ന് അറിയണ്ടേ? ഇതാ നോക്കിയേ, കാർബണിൻ്റെ വാലൻസിയിൽ രണ്ട് ബോണ്ട് ഉണ്ട്. ബാക്കി രണ്ടിടത്ത് ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അടുത്ത കാർബണിന് രണ്ട് ബോണ്ട്, ബാക്കി രണ്ട് വാലൻസിയിൽ ഹൈഡ്രജൻ. അടുത്ത കാർബണിന് ഒരു ബോണ്ട്, ബാക്കി മൂന്ന് വാലൻസിയിൽ ഹൈഡ്രജൻ. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ഇതിനെ അറ്റാച്ച് ചെയ്ത് എത്ര കാർബണാറ്റം ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. സോ ഇറ്റ് ഈസ് എ പ്രൈമറി ഹാലോ കോമ്പൗണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്രൈമറി ഹാലോ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഹാലോജൻ അറ്റാച്ച്ഡ് കാർബൺ അറ്റാച്ച്ഡ് ടു വൺ അതർ കാർബൺ ആറ്റം. ഓക്കെ, നെക്സ്റ്റ് എന്താ സെക്കൻഡറി എന്ന് നോക്കാം. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് രണ്ട് കാർബണാറ്റം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൽ ഒരു ഹൈഡ്രജൻ, ബാക്കി ആരായിരിക്കണം? കാർബൺ ആയിരിക്കണം. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് എത്ര കാർബണാറ്റം ഉണ്ട്? രണ്ട് കാർബണാറ്റം ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കാർബൺ. അതിനെ വിളിക്കുന്ന പേരെന്താ? സെക്കൻഡറി കാർബൺ. അതിനെ ഒന്നുകിൽ SCC എന്ന് എഴുതാറുണ്ട്, സെക്കൻഡറി. അതും അല്ലെങ്കിൽ 2 ഡിഗ്രി എന്ന് എഴുതാറുണ്ട്. അപ്പോൾ സെക്കൻഡറി എന്നുള്ളതിന് ഒന്നുകിൽ SCC എഴുതുക, അല്ലെങ്കിൽ 2 ഡിഗ്രി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും രണ്ട് കാർബൺ വന്നാൽ ആ കാർബണിൻ്റെ പേര് സെക്കൻഡറിയാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാലോജൻ ആണെങ്കിൽ ഇതാ നോക്കിക്കോ, അയോഡിനാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ഇതിനെ അറ്റാച്ച് ചെയ്ത് ഇപ്പോൾ എത്ര കാർബണാറ്റം ഉണ്ട്? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതല്ലേ? ഇതിൻ്റെ ഒരു വാലൻസിയിൽ കാർബൺ, രണ്ടാമത്തെ വാലൻസിയിലും കാർബൺ. എത്ര വാലൻസിയിൽ കാർബൺ ഉണ്ട്? രണ്ടിടത്തുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? സെക്കൻഡറി ഹാലോ ആൽക്കീനാണ്. ഇത് സെക്കൻഡറി ഹാലോ ആൽക്കീനാണ്. സെക്കൻഡറി ഹാലോ ആൽക്കീനാണ്. ഇനി ഇതുപോലെ സെക്കൻഡറി ഒന്നുകൂടെ ക്ലിയർ ആക്കാം. OH ആണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും ഇപ്പം എത്ര കാർബണാറ്റം ഉണ്ട്? രണ്ട് കാർബണാറ്റം ഉണ്ട്. സോ ഇത് സെക്കൻഡറിയാണ്. OH ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ പേര് സെക്കൻഡറി ആൽക്കഹോൾ എന്നാണ്, അല്ലേ? സെക്കൻഡറി ആൽക്കഹോളാണ്. ഇനി മുമ്പേ പറഞ്ഞ കണക്ക് NH2 എടുക്കാം. NH2 അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും രണ്ട് കാർബണാറ്റം, അതുകൊണ്ട് ഇത് സെക്കൻഡറി അമീനാണ്. അപ്പോൾ എന്താ പ്രൈമറി, എന്താ സെക്കൻഡറി എന്ന് മനസ്സിലായല്ലോ? നമ്മൾ നോക്കുന്ന ഗ്രൂപ്പ്, നമ്മൾ നോക്കുന്ന കാർബൺ, അത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാണ്. ആ കാർബണിനെ അറ്റാച്ച് ചെയ്ത് രണ്ട് കാർബണാറ്റം വന്നാൽ സെക്കൻഡറി, ഒരു കാർബണാറ്റേ ഉള്ളൂ എങ്കിൽ അത് പ്രൈമറി ആണ്. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡറി ആണ്. അപ്പം സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ട്, സെക്കൻഡറി അമീൻ ഉണ്ട്, സെക്കൻഡറി ഹാലോ ആൽക്കീൻ ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി, ഹാലോ കോമ്പൗണ്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3: പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഓർ പ്രൈമറി ഹാലോ ആൽക്കൈൻ. എന്താ പ്രൈമറി ഹാലോ ആൽക്കൈൻ? ഹാലോജൻ അറ്റാച്ച്ഡ് കാർബൺ അറ്റാച്ച്ഡ് ടു ഓൺലി വൺ കാർബൺ ആറ്റം. അപ്പോൾ സെക്കൻഡറി ഹാലോ ആൽക്കൈൻ എന്തായിരിക്കും? ഹാലോജൻ അറ്റാച്ച്ഡ് കാർബൺ അറ്റാച്ച്ഡ് ടു ഹാലോജൻ അറ്റാച്ച്ഡ് കാർബൺ അറ്റാച്ച്ഡ് ടു 2 other carbon atoms. So this is called a secondary haloalkane. അടുത്ത നോക്കിയേ,
ഇതൊരു സെക്കൻഡറി അല്ലേ, കാരണം ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്, ഇതിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ ആണ്. സോ ഇറ്റ് ഈസ് എ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, സെക്കൻഡറി ഹാലോ ആൽക്കെയിൻ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത മൂന്നാമത്തതാണ് ടെർഷറി. ടെർഷറിയെ 3 ഡിഗ്രി എന്നാണ് എഴുതുന്നത്. അല്ലെങ്കിൽ TER ടെർഷറി എന്ന് എഴുതും, അതും അല്ലെങ്കിൽ TER എന്ന് എഴുതും. ടെർഷറിയുടെ സെക്കൻഡറിയുടെ ഇത് SEC, ഇവിടെ TER എന്നാണ് എഴുതുന്നത്. ഓക്കെ, നോക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് 3 കാർബൺ ആറ്റങ്ങളുണ്ടെങ്കിൽ അതിനെ വിളിക്കാം ടെർഷറി കാർബൺ എന്ന്. നമ്മൾ നോക്കുന്ന കാർബൺ, ദാറ്റ് മീൻസ് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, അതിന് ചുറ്റും 3 കാർബൺ ആറ്റം വന്നാൽ അതിൻ്റെ പേരാണ് ടെർഷറി. അപ്പോൾ ഈ കാർബൺ എന്ന് പറയുന്നത് എന്ത് കാർബണാണ്? ടെർഷറി കാർബണാണ്. ഈ കാർബൺ എന്താ? ടെർഷറി കാർബണാണ്. അപ്പോൾ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാലോജൻ ആണെങ്കിൽ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും 3 കാർബൺ ആറ്റം വന്നാൽ ഇതിനെ വിളിക്കാം ടെർഷറി ഹാലോ ആൽക്കെയിൻ എന്ന്. എന്താ? ടെർഷറി ഹാലോ ആൽക്കെയിൻ ഓർ ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്. അങ്ങനെയാണെങ്കിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും 3 കാർബൺ ആറ്റം വന്നാൽ ഇതിനെ എന്ത് വിളിക്കും? ടെർഷറി ആൽക്കഹോൾ എന്ന് വിളിക്കും അല്ലേ? ടെർഷറി ആൽക്കഹോൾ. NH2 അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും 3 കാർബൺ ആറ്റം വന്നാൽ ദിസ് ഈസ് കോൾഡ് ടെർഷറി അമീൻ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ടെർഷറി അമീൻ എന്ന്. ക്ലിയർ ആയോ? അപ്പോൾ ടെർഷറി ഹാലോ ആൽക്കെയിൻ, ടെർഷറി ആൽക്കഹോള്, ടെർഷറി അമീൻ. നല്ലപോലെ മനസ്സിലായല്ലോ? നല്ല ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഹാലോ കോമ്പൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. അപ്പോൾ പ്രൈമറി ഹാലോ ആൽക്കെയിൻ, സെക്കൻഡറി ഹാലോ ആൽക്കെയിൻ, ടെർഷറി ഹാലോ ആൽക്കെയിൻ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് allyl, vinyl, benzyl, aryl. On the basis of allyl, vinyl, benzyl, aryl. ശ്രദ്ധിക്കാം മക്കളെ. എന്താണ് അലൈൽ? എന്താണ് ബെൻസൈൽ? എന്താണ് വിനൈൽ? എന്താണ് അരയിൽ? പറയാൻ പോവാണ്. എന്താണ് അല്ലൈൽ? അല്ലൈലിൻ്റെ കണ്ടീഷൻ എന്താ? അല്ലൈലിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട് മാത്രം. കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ കാർബൺ ഏത് ഹൈബ്രിഡൈസേഷൻ ആയിരിക്കണം? sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കണം. കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. നെക്സ്റ്റ് കാർബൺ ഡബിൾ ബോണ്ട് വരണം. ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്നു അല്ലിലിക് എന്ന്. അതായത് അല്ലിലിക്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അല്ലിലിക് അല്ലെങ്കിൽ അല്ലൈൽ എന്ന് വിളിക്കാം. എന്താ പറഞ്ഞേ? നമ്മൾ നോക്കുന്ന കാർബൺ sp3 ആയിരിക്കണം. ആ sp3യിൽ H വരാം, CH3കൾ വരാം, എന്തോ ആയിക്കോട്ടെ. കാർബണിൽ എന്തായിരിക്കണം? sp3 ആയിരിക്കണം. കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട് മാത്രം. നെക്സ്റ്റ് 2, അത് കഴിഞ്ഞാൽ ഉടനെ ആര് വരണം? ഡബിൾ ബോണ്ടഡ് കാർബൺ വരണം. ഡബിൾ ബോണ്ടഡ് കാർബൺ എന്ന് പറയുമ്പോൾ sp2 ആണ്. ഇത് കഴിഞ്ഞാൽ ആരോ വന്നോട്ടെ, അത് നമുക്ക് ബാധകമല്ല. കണ്ടീഷൻ ഇത്രയാണ്. നമ്മൾ നോക്കുന്ന കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ കാർബണിൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്ന കാർബൺ sp3 ആയിരിക്കണം. അങ്ങനെ പഠിച്ചാലും മതി. ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്ന കാർബൺ ഏതാ? sp3 ആണ്. കാരണം ഏത് ബോണ്ട് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഉടനെ എന്ത് വരണം? കാർബൺ ഡബിൾ ബോണ്ട് വരണം. ഡബിൾ ബോണ്ട് കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 അല്ലേ? അപ്പോൾ കാർബൺ ഡബിൾ ബോണ്ട് വരണം. ഇത്രയും ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് അല്ലൈൽ എന്നാണ്. അപ്പോൾ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ സിംഗിൾ ബോണ്ടാണ്. നെക്സ്റ്റ് ടു കാർബൺ ഡബിൾ ബോണ്ട് വന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഹാലോ കോമ്പൗണ്ടിനെ എന്തെന്ന് വിളിക്കാം? അല്ലൈൽ ഹാലൈഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അല്ലിലിക് ഹാലൈഡ് എന്ന് വിളിക്കാം. കാരണം ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട്,
തൊട്ടടുത്ത് എന്ത് വന്നേക്കുക? ഡബിൾ ബോണ്ടഡ് കാർബൺ വന്നേക്കുക. സോ ദിസ് ഈസ് കോൾഡ് അല്ലിലിക് ഹാലൈഡ്. അല്ലിലിക് ഹാലൈഡ് ഓർ അല്ലൈൽ ഹാലൈഡ്. അല്ലൈൽ ഹാലൈഡ്. ഇനി നോക്കിയേ, ഒരു ബോണ്ട് ലൈൻ സ്ട്രക്ചർ വരയ്ക്കുകയാണേ. ബി ആർ, ഇത് അല്ലിലിക്കാണോ? നോക്കാം നമുക്ക്. അല്ലിലിക്കാവേണ്ട കണ്ടീഷൻ എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും ഏത് ബോണ്ട് മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് വന്നേക്കുക? ഡബിൾ ബോണ്ട് വന്നേക്കുക. സോ ഇതെന്താണ്? അല്ലിലിക്കാണ്. ഇതെന്താണ്? അല്ലിലിക്കാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. ഇത് ബെൻസീൻ അല്ലേ ഞാൻ ഈ വരച്ചേക്കുന്നത്? ബെൻസീൻ അല്ല, സൈക്ലോഹെക്സീൻ ആണ്. സൈക്ലിക് സ്ട്രക്ചർ ആണ്. ബെൻസീൻ എന്ന് പറയുമ്പോൾ എല്ലായിടും ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് വരണം. ഇത് അല്ലിലിക് ആണോ എന്ന് നോക്കാം. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഏത് ബോണ്ട് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് sp3 ആണ്. അത് കഴിഞ്ഞ് വരുന്ന കാർബണിൻ്റെ ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഡബിൾ ബോണ്ട് അല്ലേ? അത് sp2 അല്ലേ? സോ ഇതും എന്ത് തന്നെയാണ്? അല്ലിലിക്ക് തന്നെയാണ്. അപ്പോൾ അല്ലിലിക്കിൻ്റെ കണ്ടീഷൻ മനസ്സിലായി. നമ്മൾ നോക്കുന്ന കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട്, അതിൻ്റെ ഒരു വാലൻസിയിൽ വരുന്ന കാർബണിന് എന്ത് വേണം? ഡബിൾ ബോണ്ട് വേണം. sp2 ഹൈബ്രിഡൈസേഷൻ വരണം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതെല്ലാം എന്തിന് എക്സാമ്പിളാ? അല്ലിലിക്കിന് എക്സാമ്പിളാ. അങ്ങനെയാണെങ്കിൽ ഇത് അല്ലിലിക്കാണോ? ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണല്ലേ? ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഇതിന് ചുറ്റും സിംഗിൾ ബോണ്ടേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഈ കാർബൺ sp3 ആണ്. ഇങ്ങോട്ട് നോക്കാം. നെക്സ്റ്റ് കാർബണിനെ അറ്റാച്ച് ചെയ്ത് വരെ കാർബൺ ആറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് നമുക്ക് കണ്ടീഷൻ നോക്കാൻ പറ്റില്ല. ഇവിടെ ഈ കാർബണിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിന് ഏത് ബോണ്ടുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ദാറ്റ് മീൻസ് ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 അല്ലേ? ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp3 ആണ്. ആ കാർബണിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ന് പറയുന്നത് sp2 ആണ്. സോ ഇതും എന്ത് തന്നെയാണ്? അല്ലിലിക്കാണ്. ക്ലിയർ ആയല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അല്ലിലിക്ക് നിങ്ങൾക്ക് മിക്കവാറും ബോർഡ് ലൈൻ സ്ട്രക്ചർ ആയിരിക്കും തരുന്നത്. എന്നിട്ട് ചോദിക്കും താഴെ തന്നിരിക്കുന്നതിൽ അല്ലിലിക്ക് ആര് എന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അല്ലിലിക്കിൻ്റെ കണ്ടീഷൻ ക്ലിയർ ആയി. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് അല്ലൈൽ, വിനൈൽ, ബെൻസൈൽ, അരൈൽ. അല്ലൈലിൻ്റെ ബേസിസിൽ നമുക്ക് ഹാലോ കോമ്പൗണ്ടിനെ തിരിക്കാം. അല്ലൈൽ ഹാലൈഡ് അല്ലെങ്കിൽ അല്ലിലിക് ഹാലൈഡ്. ഹാലജൻ ആറ്റം അറ്റാച്ച്ഡ് ടു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ നെക്സ്റ്റ് ടു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ഹാലജൻ ആറ്റം അറ്റാച്ച്ഡ് ടു ഏത് കാർബണാ? sp3 ആണ്. നെക്സ്റ്റ് ടു എന്ത് വരുന്നുണ്ട്? sp2 വരുന്നുണ്ട്. സോ ദിസ് ഈസ് കോൾഡ് അല്ലിലിക് ഹാലൈഡ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ബെൻസൈൽ ഹാലൈഡ്. ബെൻസൈൽ ഹാലൈഡ്. ബെൻസൈൽ ഹാലൈഡ്. ബെൻസൈലിൻ്റെ കണ്ടീഷൻ പറയാം. ഒരു ബെൻസീൻ റിങ്ങും ഒരു CH2 ഗ്രൂപ്പും ഉണ്ടാവണം. ബെൻസീൻ റിങ്ങിനകത്ത് ഒരു CH2 ഗ്രൂപ്പ് ഉണ്ടാവണം. ഇതിനെ വിളിക്കുന്നു ബെൻസൈൽ എന്ന്. ബെൻസീൻ റിങ്, ഒരു CH2 ഗ്രൂപ്പ്. ബെൻസീൻ റിങ് ഒരു CH2 ഗ്രൂപ്പ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരാം. ഇതാണ് എന്ത് ബെൻസൈലിൻ്റെ കണ്ടീഷൻ. ബെൻസീൻ റിങ് CH2 ഉണ്ട്. ആ CH2ൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം. ഓക്കെ, ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ബെൻസീൻ റിങ് ഉണ്ട്, CH2 ഗ്രൂപ്പ് ഉണ്ട്. ഈ CH2ൽ ആര് വരണം? നമ്മുടെ ഹാലോജൻ വന്നു, ക്ലോറിൻ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം ബെൻസൈൽ ഹാലൈഡ് എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാവുന്ന പേരെന്താ? ബെൻസൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ബെൻസിലിക് ഹാലൈഡ്. ക്ലോറിൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ വിളിക്കാം ബെൻസിലിക് ക്ലോറൈഡ് ഓർ ബെൻസൈൽ ക്ലോറൈഡ്. ഇതടുത്ത് നോക്കി, CH2 ഉണ്ട്. CH2വിനകത്ത് ബ്രോമിൻ വന്നു. ഇതിൻ്റെ പേരെന്താ? ബെൻസൈൽ ബ്രോമൈഡ്. ഇനി ബെൻസീൻ റിങ് ഉണ്ട്, CH2OH വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബെൻസൈൽ ആൽക്കഹോൾ എന്ന് വിളിക്കാം. ബെൻസീനകത്ത് CH2 വരിക, അത് ഇത്രയും ബെൻസൈലായി. ആ CH2 ഗ്രൂപ്പിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് വരിക. അപ്പോൾ അതെന്താവാം?
ഹാലോജൻ ആണെങ്കിൽ ബെൻസൈൽ ഹാലൈഡ്, OH ഗ്രൂപ്പ് ആണെങ്കിൽ ബെൻസൈൽ ആൽക്കഹോൾ, NH2 ഗ്രൂപ്പ് ആണെങ്കിൽ ബെൻസൈൽ അമീൻ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? ബെൻസൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ബെൻസൈൽ ഹാലൈഡ് ആണ്. നെക്സ്റ്റ് ആണ് വിനൈൽ. വിനൈൽ ഓർ വിനൈലിക്, വിനൈൽ ഓർ വിനൈലിക് ഹാലൈഡ് എന്നാണ് വിളിക്കുന്നത്. ഒന്നുമില്ല, ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു ആൽക്കീനിലെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിൽ അറ്റാച്ച് ചെയ്യണം. ഇങ്ങോട്ട് നോക്കണേ. ഓക്കെ, ഒരു ആൽക്കീനിലെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിൽ ഹാലജൻ അറ്റാച്ച് ചെയ്താൽ, അല്ല ഹാലജൻ അല്ല, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താൽ അതിനെ വിളിക്കാം വിനൈൽ എന്ന്. ഞാൻ നോക്കിയേ, CH2 ഡബിൾ ബോണ്ട് CH2 ആണ്, ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നു. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. എന്നാൽ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്, ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷനും sp2 ആണ്. ഇതിനെ വിനൈൽ എന്ന് വിളിക്കുമോ? ഇല്ല. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞു, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു sp2 hybridized carbon atom of sp2 hybridized carbon atom of an alkene. ഒരു ആൽക്കീനിലെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാലേ അതിനെ എന്തെന്ന് വിളിക്കത്തുള്ളൂ? വിനൈലിക് എന്ന് വിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വിനൈൽ എന്ന് വിളിക്കത്തുള്ളൂ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഓഫ് ആൻ ആൽക്കീൻ. ആൽക്കീനിലെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിൽ വന്നാൽ അത് വിനൈലിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാലജൻ വന്നിരിക്കുന്നത് sp2 ആണ്, പക്ഷെ ആൽക്കീനിലാണോ? അല്ല, ഒരു അരോമാറ്റിക് കോമ്പൗണ്ടിലല്ലേ. അരോമാറ്റിക് കോമ്പൗണ്ടിലെ sp2ലാണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അരൈൽ ഹാലൈഡ്. ഹാലോബെൻസീൻ തന്നെയാണ്. ഹാലോബെൻസീനെ വിളിക്കുന്ന പേര് അരൈൽ ഹാലൈഡ്. ഉദാഹരണത്തിന് ക്ലോറോബെൻസീൻ, അടുത്ത ബ്രോമോബെൻസീൻ, അയഡോബെൻസീൻ. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാ? അരൈൽ ഹാലൈഡിന് എക്സാമ്പിളാ. ഈ എഴുതിയിരിക്കുന്നത് അല്ലൈലാണോ, വിനൈലാണോ, അരയിലാണോ, ആൽക്കൈലാണോ? അല്ലൈലിൻ്റെ കണ്ടീഷൻ എന്താ? ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 അല്ല, sp2 ആണ്. sp2 ആണെങ്കിൽ രണ്ട് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകിൽ വിനൈലാകാം, അല്ലെങ്കിൽ അരയിലാകാം. വിനൈലാണെങ്കിൽ ആൽക്കീനിലെ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലും, അരയിലാണെങ്കിൽ ബെൻസീനിൽ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യണം. ഇത് ബെൻസീനാണോ? അല്ല, അതുകൊണ്ട് ഇത് അരയിലല്ല. പിന്നെന്താ? ഇതൊരു ആൽക്കീനാണ്, ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആണ്, ആൽക്കീനാണ്. ആൽക്കീനിലെ ഡബിൾ ബോണ്ടഡ് കാർബണിലാണ് ഹാലജൻ വന്നിരിക്കുന്നത്. സോ ഇതെന്താണ്? ഒരു വിനൈൽ ഹാലൈഡ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എന്താണ്? വിനൈൽ ഹാലൈഡ്. അപ്പോൾ അല്ലൈലായി, വിനൈലായി, ബെൻസൈലായി, അരയിലായി. ഒന്നും കൂടെ ഒന്ന് നോക്കിയേ. അല്ലൈൽ എന്ന് പറഞ്ഞാൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട്, ദെൻ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. ദിസ് ഈസ് അല്ലൈൽ. അടുത്ത ബെൻസൈൽ എന്ന് പറയുമ്പോൾ ഹാലജൻ, ഒരു CH2 ഗ്രൂപ്പ്, ദെൻ ബെൻസീൻ റിങ്. ഇതാണ് ബെൻസൈൽ. അടുത്ത എന്താ? വിനൈലാണ്. ഹാലജൻ, ഡബിൾ ബോണ്ടഡ് കാർബൺ, വിനൈൽ. ഹാലജൻ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ബെൻസീൻ റിങ്, ഇത് അരൈൽ. ഓക്കെ, ഇത് ഇത്രയുമാണ് ഹാലജനെ കുറിച്ചുള്ള മെയിൻ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഹാലജൻ. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ശരിക്കും ഹൈബ്രിഡൈസേഷൻ ആണ് അല്ലയിലും ബെൻസൈലും വിനൈലും ഒക്കെ പറയുന്നത്. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി. പ്രൈമറി ഹാലോ കോമ്പൗണ്ട്, സെക്കൻഡറി ഹാലോ കോമ്പൗണ്ട്, ടേർഷറി ഹാലോ കോമ്പൗണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നമ്മുടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്
ഈ ഹാലോ കോമ്പൗണ്ടുകൾക്ക് എങ്ങനെയാണ് നെയിം കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ കെമിക്കൽ സബ്സ്റ്റൻസിനെല്ലാം നെയിം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടനയുണ്ട്. IUPAC എന്നാണ് ആ സംഘടനയുടെ പേര്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPAC ആണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾക്കെല്ലാം പേര് കൊടുക്കുന്നത്. അല്ല, ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് തന്നെയെന്ന് പറയാൻ പറ്റത്തില്ല, കെമിക്കൽസിന് അല്ലെങ്കിൽ ഇൻ്റർനാഷണലി അംഗീകരിച്ച പേരാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ IUPAC നിയമപ്രകാരം വേണം നമ്മൾ കോമ്പൗണ്ടുകൾക്കൊക്കെ പേര് കൊടുക്കാൻ. നമ്മളിപ്പോൾ പഠിക്കുന്ന ആരെക്കുറിച്ചാണ്? ഹാലോ ആൽക്കെയിൻസിനെ കുറിച്ചാണ്. IUPAC നിയമപ്രകാരം IUPAC നെയിം ഓഫ് ഹാലോ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹാലോ ആൽക്കെയിൻ എന്ന് തന്നെയാണ്. ആൽക്കെയിൻ ആണെങ്കിൽ ആൽക്കെയിൻ, ആൽക്കീൻ ആണെങ്കിൽ ആൽക്കീൻ, ആൽക്കൈൻ ആണെങ്കിൽ ആൽക്കൈൻ. ഹാലോ ആൽക്കെയിൻ, ദാറ്റ് ഈസ് ദ ബേസിക് നെയിം ഓഫ് നമ്മുടെ ഹാലോ കോമ്പൗണ്ട്. അലിഫാറ്റിക് ഹാലോ കോമ്പൗണ്ട് ആണ്. എന്നാ നോക്കിയേ, CH3Br പേര് കൊടുക്കേണ്ടത് ആരാണോ ഹാലജൻ അയാളുടെ പേര് ആദ്യം കൊടുക്കുക, ഹാലോ എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ നമ്മുടെ കോമ്പൗണ്ടിൽ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുക. ആ കാർബണാറ്റം ആൽക്കേനാണോ ആൽക്കീനാണോ ആൽക്കൈനാണോ അത് എഴുതുക. ഉദാഹരണത്തിന് CH3Br. ഇതിൻ്റെ IUPAC നെയിം എഴുതുന്നത് ആദ്യം ഹാലോ എന്ന് ചേർക്കണം. ഹാലജൻ ആരാ? ബ്രോമിനാണ്. സോ പേരെന്തായിട്ട് മാറി? ബ്രോമോ. ഹാലജൻ എന്താണ്? ഹാലോ ആണ്. ബ്രോമിനാണെങ്കിൽ അത് ബ്രോമോ ആണ്. ഇനി നോക്കേണ്ടത് നമ്മുടെ കോമ്പൗണ്ടിൽ എത്ര കാർബണാറ്റം ഉണ്ട്? ഒരു കാർബണാറ്റം അല്ലേ? ഒരു കാർബണാറ്റം ഉള്ള ആൽക്കീൻ ഇല്ല, ആൽക്കൈൻ ഇല്ല. ഒരു കാർബണാറ്റം ഉള്ള ആൽക്കെയിൻ മാത്രമേ ഉള്ളൂ. ഒരു കാർബണാറ്റം എന്ന് പറയുമ്പോൾ മെത്താണ്, ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ മീത്തേൻ എന്നാണ്. അപ്പോൾ IUPAC നെയിം ഓഫ് CH3Br എന്താ? ബ്രോമോമീതേൻ. എന്താണ്? ബ്രോമോമീതേൻ. അടുത്ത നോക്കിയേ, CH3 CH2Cl. നമ്മൾ നോക്കേണ്ടത് മൊത്തം ഹാലജൻ ആരാണെന്ന് നോക്കുക. ഹാലജൻ ആരാ? ക്ലോറിന. അപ്പോൾ ഹാലജൻ ക്ലോറിൻ ആണെങ്കിൽ ആദ്യം ഹാലോ, ദാറ്റ് ഈസ് ക്ലോറോ. ദെൻ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുക. എത്ര കാർബണാറ്റം ഉണ്ട് ഇവിടെ? 2 കാർബണാറ്റം ആണ്. 2 കാർബണാറ്റം ആണെങ്കിൽ എത്തല്ലേ? 2 കാർബണാറ്റം ആണെങ്കിൽ എത്താണ്. 2 കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് അല്ലേ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE ആണ്. ക്ലിയർ ആയോ? അപ്പോൾ നെയിം എങ്ങനെ എഴുതുന്നത്? ക്ലോറോ ഈത്തേൻ. ഇനി അടുത്ത കേസിൽ CH3 CH2 CH2I. അടുത്തൊരു കോമ്പൗണ്ടാണ് CH3 CH2 CH2I. നമ്മുടെ ഹാലജൻ ആരാ? അയോഡിൻ ആണ്. അയഡോ. അയോഡിൻ എന്തായിട്ട് മാറി? അയഡോ എന്ന് മാറി. ദെൻ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുക. എത്ര കാർബണാറ്റം ഉണ്ട് ഇവിടെ? 3 കാർബണാറ്റം. 3 കാർബണാറ്റം വന്നാൽ പേരൻ്റ് നെയിം പ്രൊപ്പാണ്. 3 കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് വന്നാൽ അതെന്താണ്? ANE ആണ്. സോ ദ നെയിം ബിക്കം അയഡോ പ്രൊപ്പെയിൻ. ഇനി അങ്ങോട്ട് ഇത്ര ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. നോക്കിക്കൊള്ളുക, CH3 CHBr CH3. ഇതുവരെ ഉള്ളതെടുത്തെല്ലാം ഓപ്പൺ ചെയിൻ ആയിട്ട് അങ്ങ് പോവായിരുന്നു. ഇവിടെ എന്തുണ്ട്? ബ്രാഞ്ചിങ് ഉണ്ട്. ബ്രാഞ്ചിങ് ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ IUPACയുടെ ഒക്കെ റൂള് 10ാം ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ബ്രാഞ്ചിങ് ഒരു കോമ്പൗണ്ടിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാർബണാറ്റം വരുന്ന ചെയിൻ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുക. ദാ ഇങ്ങനെ നോക്കിയാൽ 3 കാർബണാറ്റം. അതല്ല ഇങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ 2 കാർബണാറ്റം, ഇതിലേ കൂടെ ആണെങ്കിൽ 2 കാർബണാറ്റം. അപ്പം മാക്സിമം നമ്പർ ഓഫ് കാർബണാറ്റം എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ആ കാർബൺ ചെയിനിന് നമ്പർ കൊടുക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുക, 1 2 3. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 1 2 3. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ കൊടുക്കുക. ദെൻ നമ്മുടെ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ആ മെയിൻ ചെയിനിൽ എവിടെയാണോ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ കാർബണിൻ്റെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് നോക്കുക, റൈറ്റിൽ നിന്ന് നോക്കുക.
നമുക്കിവിടെ ലെഫ്റ്റിൽ നിന്ന് നോക്കിയപ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, റൈറ്റിൽ നിന്ന് നോക്കിയപ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും പൊസിഷനും മാറ്റമില്ല എന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ കൊടുക്കുക, നേരത്തെ നമ്മൾ ചെയ്ത കണക്ക് ഹാലോ ആൽക്കേൻ എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും കൊടുക്കുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും കൊടുക്കുക. എങ്ങനെ നോക്കിയിട്ടും പൊസിഷന് ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ പൊസിഷൻ ഒന്ന് കൊടുക്കുക, നേരത്തെ പോലെ ചെയ്യുക. അപ്പോൾ ഇവിടെ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എത്രാമത്തെയാ? രണ്ടാമത്തെ കാർബണാണ്. സോ പൊസിഷൻ കൊടുത്തു, ഹൈഫൺ കൊടുത്തു. ഇനി എത്ര കാർബണാറ്റം? രണ്ടാമത്തെ കാർബണിൽ ആരാ വന്നിരിക്കുന്നത്? ബ്രോമിനാണ് വന്നിരിക്കുന്നത്. പൊസിഷൻ കൊടുത്തു. പിന്നെ ആരാ വന്നിരിക്കുന്നത്? ബ്രോമിനാണ്. ബ്രോമിൻ വന്നാൽ, ഹാലോജൻ വന്നാൽ അതെന്തെന്ന് മാറ്റണം? ഹാലോ എന്ന് മാറ്റണം. അപ്പോൾ 2 ബ്രോമോ. ദെൻ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുക. എത്ര കാർബണാറ്റം ഉണ്ട്? 3 കാർബണാറ്റം ഉണ്ട്. 3 കാർബണാറ്റം വന്നാൽ പേര് പ്രൊപ്പാണ്, പേരൻ്റ് നെയിം പ്രൊപ്പാണ്. 3 കാർബണാറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അതെന്താണ്? പ്രൊപ്പെയിൻ എന്ന് വന്നു. 3 കാർബണാറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് വന്നതുകൊണ്ട് അത് എന്തായിട്ട് മാറി? പ്രൊപ്പെയിൻ. സോ ദ നെയിം ബിക്കം 2 ബ്രോമോ പ്രൊപ്പെയിൻ. ക്ലിയർ ആയല്ലോ. അടുത്ത നോക്കിയേ. CH3, CH2, CHCl, CH3. ഇവിടെയും ബ്രാഞ്ചിങ് ഉള്ള കോമ്പൗണ്ടാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലോങ്സ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ദാ ഇതെടുത്താൽ എത്ര കാർബണാറ്റം ഉണ്ട് ഈ ചെയിനിൽ? 4 കാർബണാറ്റം. ഇങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ എത്ര കാർബണാറ്റമാ? 3 കാർബണാറ്റം. ഇങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ എത്ര കാർബണാറ്റമാ? 2 കാർബണാറ്റം. അപ്പം മാക്സിമം നമ്പർ ഓഫ് കാർബണാറ്റം ഇതെങ്ങനെയാണ്? 4 ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുമ്പോൾ ഇതല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമ്പർ കൊടുക്കണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ 1, 2, 3, 4. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതുമ്പോൾ 1, 2, 3, 4. എന്തിനു വേണ്ടിയാണ് നമ്പർ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏത് കാർബണിലാണെന്ന് അറിയണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയപ്പോൾ എത്രാമത്തെ കാർബണിലാണ് ഹാലോജൻ വന്നിരിക്കുന്നത്? 3ാമത്തെ കാർബണിൽ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയപ്പോൾ എത്രാമത്തെ കാർബണിലാണ്? 2ാമത്തെ കാർബണിലാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ഇടുമ്പോൾ നമ്പറിന് വ്യത്യാസമുണ്ടെങ്കിൽ, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയപ്പോൾ 3ഉം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വന്നപ്പോൾ 2ഉമാണ്. വ്യത്യാസമുണ്ടെങ്കിൽ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ലീസ്റ്റ് നമ്പർ കിട്ടുന്ന ഡയറക്ഷൻ എടുക്കുക. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ലീസ്റ്റ് നമ്പർ കിട്ടുന്ന ഡയറക്ഷൻ എടുക്കുക. ഇങ്ങോട്ട് പോയപ്പോൾ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് 3 അല്ലേ? അടുത്തല്ല റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വന്നപ്പോൾ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് 2nd പൊസിഷൻ അല്ലേ? അപ്പോൾ നമ്മൾ ഏതെടുക്കണം? 2nd പൊസിഷൻ എടുക്കണം, ലീസ്റ്റ് പൊസിഷൻ എടുക്കണം. സോ ഫസ്റ്റ് ഗീവ് ദ പൊസിഷൻ. എത്രാമത്തെ പൊസിഷനിലാണ്? 2ലാണ്. 2ൽ ആരാ വന്നിരിക്കുന്നത്? ക്ലോറിനാ വന്നിരിക്കുന്നത്. അപ്പോൾ 2 ക്ലോറോ ആയിട്ട് മാറി. 2 ക്ലോറോ. അത് കഴിഞ്ഞു. ഇനി മെയിൻ ചെയിനിൽ എത്ര കാർബണാറ്റം ഉണ്ട്? 4 കാർബണാറ്റം ഉണ്ട്. 4 കാർബണാറ്റം വന്നാൽ പേരൻ്റ് നെയിം ബ്യൂട്ടൻ എന്നാണ്. 4 കാർബണാറ്റം വന്നാൽ പേരൻ്റ് നെയിം എന്താ? ബ്യൂട്ടൻ എന്നാണ്. ഇനി കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് ഏത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അത് എന്തായിട്ട് മാറി? ANE ബ്യൂട്ടേൻ എന്നായിട്ട് മാറി. സോ ദ നെയിം ബിക്കം 2 ക്ലോറോ ബ്യൂട്ടേൻ. ഓക്കെ ആണല്ലോ. 2 ക്ലോറോ ബ്യൂട്ടേൻ എന്ന് മാറി. ഇനി അടുത്ത നോക്കിയേ. CH3, CHCl, CH2, CHCl, CH2, CH3. ഇപ്പോൾ നമുക്ക് കോമ്പൗണ്ട് കാണുമ്പോഴേ അറിയാം ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചിങ് വന്നു, ഒന്നിൽ കൂടുതൽ ഹാലോജൻ ആറ്റം ഉണ്ട്. നേരത്തെ ചെയ്ത കണക്ക് തന്നെ ലോങ്സ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക. 1, 2, 3, 4, 5, 6 കാർബണാറ്റം. 1, 2, 3 കാർബണാറ്റം ഇതൊരു ചെയിനായിട്ട് എടുത്താൽ, ഇനി ഇതാണ് ഒരു ചെയിനായിട്ട് എടുക്കുന്നതെങ്കിൽ 1, 2, 3, 4 കാർബണാറ്റം. ഇവിടം തൊട്ടാണ് ഒരു ചെയിൻ എടുക്കുന്നതെങ്കിൽ 1, 2, 3, 4, 5 കാർബണാറ്റം. അപ്പം മാക്സിമം നമ്പർ ഓഫ് കാർബണാറ്റം എത്രയാണ്? 6 ആണ്. 1, 2, 3, 4, 5, 6 കാർബണാറ്റം ആണ്. ഇനി എന്ത് ചെയ്യുക? ഈ ചെയിനിന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ കൊടുക്കുക. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6.
ഇനി നോക്കണം, നമ്മുടെ ഈ കോമ്പൗണ്ടിൽ 2 ഹാലജൻ ഉണ്ട്. 2 ഹാലജനും സെയിം ആണ്. 2 ഹാലജനും സെയിം ആണെങ്കിൽ ഇതിൻ്റെ പൊസിഷൻസ് നോക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കിയപ്പം ഏതൊക്കെ പൊസിഷനിലാണ്? 2ലും 4ലും ആണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കിയപ്പോൾ ഏതൊക്കെ പൊസിഷനിലാണ്? 3ലും 5ലും ആണ്. അപ്പോൾ 2ഉം 4ഉം എടുക്കുമോ 3ഉം 5ഉം എടുക്കുമോ? നമ്മുടെ കൺഫ്യൂഷനാണ്. ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമോ റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുമോ? അപ്പം ലെഫ്റ്റിൽ നിന്ന് എടുത്തപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് എടുത്തപ്പോൾ 2ഉം 4ഉം വന്നു. റൈറ്റ് ടു ലെഫ്റ്റ് എടുത്തപ്പോൾ 3ഉം 5ഉം വന്നു. ഇനി നിങ്ങളുടെ കൺഫ്യൂഷനാണ്, ഇതിൽ ഏത് പൊസിഷൻ എടുക്കും? നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു ഡയറക്ഷനിലുള്ള നമ്പറുകൾ ആഡ് ചെയ്യുക. 2ഉം 4ഉം എത്ര വന്നു? 6 എന്ന് വന്നു. 5ഉം 3ഉം എത്ര വന്നു? 8 എന്ന് വന്നു. ഇത് ആഡ് ചെയ്യുമ്പോൾ ലീസ്റ്റ് നമ്പർ ഏത് ഡയറക്ഷനിലാണ് കിട്ടിയതെന്ന് നോക്കുക. ആഡ് ചെയ്തപ്പോൾ ഇവിടെ 6 ആണ്, ഇവിടെ 8 ആണ്. നമ്പർ ആഡ് ചെയ്തപ്പോൾ കുറഞ്ഞ് കിട്ടിയത് എവിടെയാ? ലെഫ്റ്റ് ടു റൈറ്റ് എടുത്തപ്പോഴാണ്. അപ്പോൾ നമ്മൾ ആ ഡയറക്ഷനെ എടുക്കാവൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഡയറക്ഷനെ എടുക്കാവൂ. ഏതൊക്കെ പൊസിഷനിലാണ്? 2ലും 4ലും ആണ്. 2ഉം ക്ലോറിനല്ലേ? 2ഉം ക്ലോറിൻ ആയതുകൊണ്ട് അവരുടെ പൊസിഷനുകൾ അടുത്തടുത്ത് എഴുതുക. അപ്പോൾ 2,4. ക്ലോറോ ആണ്. എത്ര ക്ലോറോ വന്നിട്ടുണ്ട്? 2ലും 4ലും കൂടെ മൊത്തം എത്ര ക്ലോറിൻ വന്നിട്ടുണ്ട്? 2 ഉണ്ട്. അത് കാണിക്കണ്ടേ? അപ്പം 2ലും 4ലും കൂടെ 2 ക്ലോറോ, ദാറ്റ് മീൻസ് ഡൈക്ലോറോ. 2ലും 4ലും എത്ര വന്നേക്കുന്നു? 2 എണ്ണം വന്നിരിക്കുന്നു. 2 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. അപ്പം ഡൈ, ട്രൈ, ടെട്ര ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2ലും 4ലും കൂടെ 2 ക്ലോറിൻ വന്നു. സോ 2,4 ഡൈക്ലോറോ. കഴിഞ്ഞു ബ്രാഞ്ചിങ്. ഇനി എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുക. എത്ര കാർബണാറ്റമാ? 6 കാർബണാറ്റമാ. 6 കാർബണാറ്റം ആകുമ്പോൾ ഹെക്സ് ആണ്. 6 കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അത് എന്തായിട്ട് മാറി? ഹെക്സേൻ എന്നായിട്ട് മാറി. ഓക്കെ, 6 കാർബണാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് അവരുടെ പേര് ഹെക്സ് ആണ്. സിംഗിൾ ബോണ്ട് വന്നതുകൊണ്ട് ഹെക്സേൻ ആയിട്ട് മാറി. ഇനി അടുത്ത് നോക്കിയേ. അടുത്തൊരു കോമ്പൗണ്ട് വന്നേക്കുക. നമുക്ക് നോക്കുമ്പോൾ അറിയാം, അയോഡിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. 3 ഹാലജൻ ഉണ്ട്, പക്ഷെ 3ഉം ഡിഫറൻറ്റാണ്. 3ഉം സെയിം ആയിരുന്നെങ്കിൽ അവരുടെ പൊസിഷനുകൾ അടുപ്പിക്കുക, എന്നിട്ട് ട്രൈ ചേർത്ത് എഴുതാറുള്ളൂ. ഇത് 3ഉം ഡിഫറൻ്റ് അല്ലേ? നോക്കാം. 1, 2, 3, 4, 5, 6, 7 കാർബണാറ്റം. 1, 2, 3, 4, 5, 6, 7. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ഇട്ട് കൊടുത്തു. ദെൻ എവിടെയൊക്കെയാണ് ബ്രാഞ്ചിങ് വന്നേക്കുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് 2ലുണ്ട്, 4ലുണ്ട്, 5ലുണ്ട്. ഏതൊക്കെ പൊസിഷനാ? 2, 4, 5 ആണ്. റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ 3, 4, 6 ആണ് അല്ലേ? റൈറ്റ് ടു ലെഫ്റ്റ്, ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അടുത്ത റൈറ്റ് ടു ലെഫ്റ്റ് ഏതൊക്കെയാ? 3, 4, 6 ആണ്. ഇതാണ് റൈറ്റ് ടു ലെഫ്റ്റ്. ഇനി ഏത് ഡയറക്ഷൻ എടുക്കുക? ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമോ റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുമോ? എന്ത് ചെയ്യുക? പൊസിഷൻ ആഡ് ചെയ്യുക. പൊസിഷൻ ആഡ് ചെയ്യുമ്പോൾ 4ഉം 2ഉം 6ഉം 5ഉം 11, 4, 3, 7, 6, 13. ഇവിടെ 11 ആണ്, ഇവിടെ 13 ആണ്. ലോവസ്റ്റ് പൊസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ലീസ്റ്റ് നമ്പർ എടുക്കുക. ലീസ്റ്റ് നമ്പർ എവിടെ നിന്ന് എണ്ണിയപ്പോഴാണ്? 11 ലെഫ്റ്റിൽ നിന്ന് എണ്ണിയപ്പോഴാണ്. ഓക്കെ, നമ്മുടെ കോമ്പൗണ്ടിലോട്ട് വാ. അപ്പം നമ്മുടെ നമ്പറിങ് എവിടെ നിന്ന് വേണം എടുക്കാൻ? ലെഫ്റ്റിൽ നിന്ന് വേണം എടുക്കാൻ. ഇനി ലെഫ്റ്റിൽ നിന്ന് എടുത്തിട്ട് പേരെങ്ങനെയാണ് തുടങ്ങുന്നേ? അയോഡിൻ ഉണ്ട്, അയഡോ ഉണ്ട്, ബ്രോമോ ഉണ്ട്, ക്ലോറോ ഉണ്ട്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആരാണോ ആദ്യം വരുന്നത് അയാളുടെ പൊസിഷൻ കൊടുക്കുക, അയാളുടെ പേരെഴുതുക. അയോഡോ, ബ്രോമോ, ക്ലോറോ. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത് ആരാ? ബ്രോമിനാണ്. ബി കഴിഞ്ഞിട്ടേ സി വരൂ. സിയും ഡിയും ഇയും എഫും ജിയും എച്ചും കഴിഞ്ഞിട്ടേ ആര് വരൂ? അയോഡിൻ വരൂ. അപ്പം ബ്രോമിനാണ് നമുക്ക് ആദ്യം വേണ്ടത്. പക്ഷെ ബ്രോമിൻ്റെ പൊസിഷൻ എത്ര? ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മുടെ നമ്പറിങ് സിസ്റ്റം. അപ്പോൾ ബ്രോമിൻ്റെ പൊസിഷൻ എത്രയാണ്? 4 ആണ്. സോ 4ൽ ആരാ വന്നേക്കുന്നേ? ബ്രോമോ. 4 ബ്രോമോ. കഴിഞ്ഞു. ഇനി ആരാ? ക്ലോറിൻ വരുമോ അയോഡിൻ വരുമോ? ആൽഫബറ്റിക്കൽ ഓർഡറിൽ അടുത്ത ആരാ ആദ്യം വരുന്നത്? ക്ലോറിൻ ആണ്. ക്ലോറിൻ്റെ പൊസിഷൻ എത്രാമതാ? 5ആമതാ. 4 ബ്രോമോ 5. നമുക്കറിയാം ഒരു ആൽഫബറ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് വരുമ്പോൾ ഹൈഫൺ മസ്റ്റ് ആണ്.
5ൽ ആരാ വന്നിരിക്കുന്നത്? ക്ലോറിനാണ്. അപ്പോൾ 4 ബ്രോമോ 5 ക്ലോറോ. ഇനി ആരുണ്ട്? അയഡോ ഉണ്ട്. അയഡോ എത്രാമത്തെ കാർബണില? 6ൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മുടെ നമ്പറിങ്. എത്രാമത്തെ കാർബണില? സെക്കൻഡ് കാർബണില. അപ്പോൾ 4 ബ്രോമോ 5 ക്ലോറോ. 2ൽ ആരാ വന്നേക്കുന്നത്? അയഡോ ആണ്. 2 അയഡോ. അപ്പം ബ്രാഞ്ചിങ് എല്ലാം കഴിഞ്ഞല്ലോ, ഹാലോജനുകളെല്ലാം കഴിഞ്ഞല്ലോ. ഇനി എത്ര കാർബണാറ്റം ഉണ്ട്? മൊത്തം 7 കാർബണാറ്റം. 7 കാർബണാറ്റം വന്നാൽ പേരന്റ് നെയിം ഹെപ്റ്റാണ്. 7 കാർബണാറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് വന്നതുകൊണ്ട് അതിൻ്റെ പേര് ഹെപ്റ്റേൻ എന്നായി. സോ ദ നെയിം ബിക്കം 4 ബ്രോമോ 5 ക്ലോറോ 2 അയഡോ ഹെപ്റ്റേൻ. 4 ബ്രോമോ 5 ക്ലോറോ 2 അയഡോ ഹെപ്റ്റേൻ ആണ് നമ്മുടെ കോമ്പൗണ്ട്. ക്ലിയർ ആയോ? നല്ലപോലെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഇനി ഞാൻ ബോണ്ട് ലൈൻ സ്ട്രക്ചർ വരയ്ക്കാൻ പോവാണ്. ബോണ്ട് ലൈൻ സ്ട്രക്ചർ ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. ഈ കോമ്പൗണ്ടിൻ്റെ പേര് കൊടുക്കുക മക്കളെ. ഓരോ കോർണർ ഓരോ കാർബണാറ്റം ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 കാർബണാറ്റം. ഇവിടെ നിന്ന് നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 കാർബണാറ്റം. ലെഫ്റ്റ് ടു റൈറ്റ് 4ാമത്തെ കാർബണിലാണ് ബ്രോമിൻ. റൈറ്റ് ടു ലെഫ്റ്റ് ഫസ്റ്റ് കാർബണിലാണ് ബ്രോമിൻ. നമ്മളെപ്പോഴും ഫസ്റ്റ് പൊസിഷനെ എടുക്കത്തുള്ളേ. ഫസ്റ്റ് ആണെങ്കിൽ പൊസിഷൻ്റെ കാര്യമില്ലേ? പൊസിഷൻ പറയണമെന്ന് നിർബന്ധമില്ലേ? ഇനി നോക്കുക, ഈ കോമ്പൗണ്ടിൽ എത്ര കാർബണാറ്റോ? 4 കാർബണാറ്റം. 4 കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് ഏതാ? സിംഗിൾ ബോണ്ടാ. 4 കാർബണാറ്റവും സിംഗിൾ ബോണ്ടും വന്നാൽ കോമ്പൗണ്ട് ബ്യൂട്ടേൻ ആണ്. ബ്യൂട്ടേനിൽ ആര് വന്നിരിക്കുകയാണ്? ബ്രോമിൻ വന്നിരിക്കുകയാണ്. സോ ദ നെയിം ബിക്കം ബ്രോമോ ബ്യൂട്ടേൻ. പേരെന്തായിട്ട് മാറി? ബ്രോമോ ബ്യൂട്ടേൻ എന്നായിട്ട് മാറി. ഇത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ നല്ല കാര്യമായിട്ട് പഠിക്കുന്നതാ. ഓക്കെ, നെക്സ്റ്റ്. ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എഴുതണം. എന്ത് ചെയ്യണം? മൊത്തം എത്ര കാർബണാറ്റം ഉണ്ടെന്ന് ആദ്യം നോക്കുക. 1 2 3 4 5 6 കാർബണാറ്റം അല്ലേ? നമ്മൾ എന്തോ പറഞ്ഞേ? എത്ര കാർബണാറ്റം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ കൊടുക്കുക. റൈറ്റ് ടു ലെഫ്റ്റ് ആകുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയാൽ 1 2 3 4 5 6 കാർബണാറ്റം. എന്തായാലും 6 കാർബണാറ്റം ആണ്. ഈ 6 കാർബണാറ്റങ്ങളുടെ ഇടയിലും ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. 6 കാർബണാറ്റം വന്നാൽ ഹെക്സ് ആണ്, സിംഗിൾ ബോണ്ട് വന്നാൽ ANE ആണ്. അപ്പോൾ ഹെക്സേൻ ആണ് സാധനം. ഹെക്സേനിൽ ബ്രാഞ്ചിങ് വന്നിരിക്കുക എവിടെയൊക്കെ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയപ്പോൾ അപ്പോൾ യെല്ലോ വെച്ചുള്ളത് ലെഫ്റ്റ് ടു റൈറ്റും വൈറ്റ് വെച്ചുള്ളത് റൈറ്റ് ടു ലെഫ്റ്റും ആണേ. ലെഫ്റ്റ് ടു റൈറ്റ് ഏതൊക്കെ പൊസിഷനിലാണ്? 3ലും 5ലുമാണ്. 3 and 5 ആണ്. റൈറ്റ് ടു ലെഫ്റ്റോ? റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ ക്ലോറിൻ, ഇവിടെയും ക്ലോറിൻ 2ഉം 4ഉം ആണ്. നമ്മൾ ഏത് ഡയറക്ഷൻ എടുക്കണമെന്ന് എങ്ങനെ അറിയുന്നേ? ഈ നമ്പറുകൾ ആഡ് ചെയ്യുക. 5ഉം 3ഉം 8, 4ഉം 2ഉം 6. ലീസ്റ്റ് നമ്പർ വന്നത് എപ്പോഴാ? റൈറ്റിൽ നിന്ന് എണ്ണിയപ്പോഴാണ്. സോ നമ്മുടെ നമ്പറിങ് എവിടെ തൊട്ട് മതി? റൈറ്റിൽ നിന്ന് മതി, ലെഫ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുക? ലെഫ്റ്റ് അങ്ങ് മായ്ച്ച് കളയുക. ആ ലെഫ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഓക്കെ, റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മുടെ നമ്പറിങ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുമ്പോൾ എവിടേക്കാണ് ക്ലോറിൻ വന്നേക്കുന്നത്? 2ലും 4ലും. രണ്ടും ക്ലോറിൻ അല്ലേ? രണ്ടും സെയിം ഗ്രൂപ്പ് ആയതുകൊണ്ട് അവരുടെ പൊസിഷനുകൾ അടുത്ത് കൊടുക്കുക. 2, 4. എത്ര ക്ലോറിനാ? 2 ക്ലോറിനാ. അപ്പം 2 കാണിക്കാൻ ഡൈ ആണ്. ഡൈ എന്താ വന്നിരിക്കുന്നത്? ക്ലോറിനാണ്. സോ 2,4 ഡൈക്ലോറോ. 2,4 ഡൈക്ലോറോ. എത്ര കാർബണാറ്റമാ? 6 കാർബണാറ്റം. 6 കാർബണാറ്റം ആകുമ്പോൾ ഹെക്സ് ആണ്. ഇവരുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഹെക്സേൻ എന്ന് വന്നു. 2,4 ഡൈക്ലോറോ ഹെക്സേൻ എന്ന് വന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ദാ എല്ലായിടവും അങ്ങ് ആൾക്കാരെ തന്നേക്കുക. എല്ലായിടവും ആൾക്കാരെ തന്നേക്കുക. 1 2 3 4 5 6 7 കാർബണാറ്റം അല്ലേ? 7 കാർബണാറ്റം ഉണ്ട്. 7 കാർബണാറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ടാണ്. 7 കാർബണാറ്റവും സിംഗിൾ ബോണ്ടും വന്നാൽ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 7 കാർബണാറ്റം ആയതുകൊണ്ട് ഹെപ്റ്റ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. അപ്പോൾ നമ്മുടെ അവസാന പാർട്ട് ഹെപ്റ്റീൻ ആണ്.
ഇനി നോക്കേണ്ടത് ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റിന് നമ്പർ കൊടുക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ 1 2 3 4 5 6 7 കാർബൺ ആറ്റം അല്ലേ? 7 കാർബൺ ആറ്റം ആണ്. ഇനി തിരിച്ച് നമ്പർ കൊടുത്തു നോക്കേ. തിരിച്ച് നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4 5 6 7 കാർബൺ ആറ്റം. ഇനി നോക്കിയേ, ലെഫ്റ്റ് ടു റൈറ്റ് എവിടേക്കാണ് ബ്രാഞ്ചിങ് വന്നേ? ലെഫ്റ്റ് ടു റൈറ്റ് എവിടേക്കാണ് ബ്രാഞ്ചിങ് വന്നിരിക്കുന്നത്? 2 3 5 6 പൊസിഷനിൽ അല്ലേ? 2 3 5 6 പൊസിഷനിലാണ്. റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഓറഞ്ചാണ്. 2 3 5 6 പൊസിഷനിൽ. എങ്ങനെ നോക്കിയാലും പൊസിഷൻ ഒരുപോലെ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പറിങ് സിസ്റ്റം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എടുക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എടുക്കുമ്പോൾ ക്ലോറിനുണ്ട്, അയോഡിനുണ്ട്, ബ്രോമിനുണ്ട്, ഫ്ലൂറിനുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം പേര്? എവിടെ നിന്ന് തുടങ്ങണം പേര്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആരാണോ ആദ്യം വരുന്നത് അയാളുടെ പൊസിഷനിൽ കൊടുക്കുക, ആ പേര് തുടങ്ങുക. ക്ലോറോ, അയോഡോ, ബ്രോമോ, ഫ്ലൂറോ. ഇതിൽ ആരാ ആദ്യം വരുന്നേ? ബി ആണ്. അത് കഴിഞ്ഞ് സി, അത് കഴിഞ്ഞ് എഫ് അല്ലയോ? അല്ല, ഐ കഴിഞ്ഞിട്ട് IFGHI എഫ്. അപ്പോൾ ആദ്യം ബ്രോമിൻ വരണം, രണ്ടാമത് ക്ലോറിൻ വരണം, മൂന്നാമത് ഫ്ലൂറിൻ വരണം, നാലാമത് ആര് വരാവൂ? അയഡിൻ വരാവൂ. അപ്പോൾ ആദ്യം ബ്രോമിൻ്റെ പൊസിഷൻ എത്രാമതാ? ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ നമ്മുടെ നമ്പറിങ് സിസ്റ്റം? ലെഫ്റ്റ് ടു റൈറ്റ് ആകുമ്പോൾ ബ്രോമിൻ എങ്ങനെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എങ്ങനെ നോക്കിയാലും പൊസിഷനുകൾക്ക് മാറ്റമില്ല എങ്കിൽ, എങ്ങനെ നോക്കിയാലും പൊസിഷന് മാറ്റമില്ല എങ്കിൽ, ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നു, നമ്മുടെ ഓർഡറിലല്ല. എങ്ങനെ നോക്കിയാലും പൊസിഷന് മാറ്റമില്ല എങ്കിൽ ആരാണോ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത് അയാൾക്ക് ലീസ്റ്റ് നമ്പർ കിട്ടത്തക്ക വിധം നമ്പർ കൊടുക്കുക. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ലീസ്റ്റ് നമ്പർ കിട്ടത്തക്ക വിധം നമ്പർ കൊടുക്കുക. ആദ്യം ആരാ വരുന്നേ? ബ്രോമിൻ അല്ലേ? അപ്പോൾ ബ്രോമിൻ ലെഫ്റ്റ് ടു റൈറ്റ് ആകുമ്പോൾ 5ാമത്, റൈറ്റ് ടു ലെഫ്റ്റ് ആകുമ്പോൾ 3ാമതുമാണ് അല്ലേ? അടുത്ത ക്ലോറിൻ അല്ലേ വരേണ്ടത്? ക്ലോറിൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലേ? തിരിച്ചു വരുമ്പോൾ 6ാമത് വരും, ഫ്ലൂറിൻ 2ാമത് വരും, അയോഡിൻ 5ാമത് വരും. കറക്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആർക്കാണോ ലിസ്റ്റ് കിട്ടുന്നത് ആ ഓർഡറിൽ പോവുക. അപ്പം നമ്മുടെ നമ്പറിങ് സിസ്റ്റം എന്താ? റൈറ്റ് ടു ലെഫ്റ്റ് എടുത്താൽ മതി. എങ്ങനെ നോക്കിയാലും പൊസിഷൻ മാറ്റമില്ല എങ്കിൽ മാത്രം. അപ്പോൾ ബ്രോമിൻ്റെ പൊസിഷൻ എത്രാമതാണ്? 3ാമതാണ്. സോ 3 ബ്രോമോ. ബ്രോമിൻ കഴിഞ്ഞ് ആരാ വരണ്ടേ? ക്ലോറിനാണ്. ക്ലോറിൻ്റെ പൊസിഷൻ 6ാമതാണ്. 6 ക്ലോറോ. അടുത്ത ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ്റെ പൊസിഷൻ 2 ഫ്ലൂറോ. അടുത്തത് അയോഡിനാണ്. 5 അയോഡോ. 5 അയോഡോ. പേരെന്താ? 7 കാർബണാറ്റം അല്ലേ? ഹെപ്റ്റേൻ. 5 അയോഡോ ഹെപ്റ്റേൻ. ഇങ്ങനെ വരും കോമ്പൗണ്ടിൻ്റെ പേര്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഹാലോ ബെൻസീൻ്റെ പേരെങ്ങനെയാണ് വരുന്നത്? ഇതാ നോക്കിക്കോ. ക്ലോറിനാണ് വരുന്നതെങ്കിൽ ക്ലോറോബെൻസീൻ, ബ്രോമിനാണെങ്കിൽ ബ്രോമോബെൻസീൻ, അയോഡിനാണെങ്കിൽ അയോഡോബെൻസീൻ, ഫ്ലൂറിനാണെങ്കിൽ ഫ്ലൂറോബെൻസീൻ. ഹാലോ ബെൻസീൻ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇനി ഒന്നിൽ കൂടുതൽ വന്നാലോ? ഒന്നിൽ കൂടുതൽ ഹാലോജൻ വന്നാൽ ആദ്യത്തെ ഏതെങ്കിലും ഒരു ഹാലോജന് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുക. തൊട്ടടുത്ത പൊസിഷനിലല്ലേ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 1 2 ഡൈക്ലോറോ ബെൻസീൻ എന്ന് കൊടുക്കാം. 1 2 ഡൈക്ലോറോ ബെൻസീൻ. അടുത്തടുത്ത പൊസിഷനുകളിലാണെങ്കിൽ 1 2 പൊസിഷൻ. അടുത്ത നോക്കിയേ, ഓൾട്ടർനേറ്റ് പൊസിഷനിൽ വരാം അല്ലേ? ക്ലോറിനും ഓൾട്ടർനേറ്റ് പൊസിഷൻ അല്ലേ? അതായത് 1 3 പൊസിഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 3 ഡൈക്ലോറോ ബെൻസീൻ. അടുത്തത് ഓപ്പോസിറ്റ് പൊസിഷനുകളിൽ വരാം. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നെന്ന് പറഞ്ഞാൽ 2 3 4ാമത്തെ പൊസിഷൻ. 1 4 ഡൈബ്രോമോ ബെൻസീൻ. 1 4 ഡൈബ്രോമോ ബെൻസീൻ. 1 2 ഡൈക്ലോറോ ബെൻസീൻ, 1 3 ഡൈക്ലോറോ ബെൻസീൻ, 1 4 ഡൈബ്രോമോ ബെൻസീൻ. ഇങ്ങനെയാണ് ഒരേപോലെ ഹാലോജൻ വന്നാൽ ബെൻസീൻ കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കുന്നത്. ഇനി വ്യത്യസ്ത ഹാലോജനുകളാണ് വരുന്നതെങ്കിലോ? അതാ നോക്കിക്കോ, ക്ലോറിനും ഉണ്ട്, ബ്രോമിനും ഉണ്ട്. രണ്ട് വ്യത്യസ്തമാണ്, എന്തായാലും 1 2 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം?
ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്നതിന് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുക, ഇതിന് 2 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കൊടുക്കാം? 1 ബ്രോമോ 2 ക്ലോറോ ബെൻസീൻ, 1 ബ്രോമോ 2 ക്ലോറോ ബെൻസീൻ. അതുപോലെ ഇങ്ങോട്ട് നോക്കിയേ, അയോഡിൻ ബ്രോമിൻ ഓപ്പോസിറ്റ് പൊസിഷനില്ല. ഇതൊന്നെന്ന് എടുത്താൽ 1 2 3 4 പൊസിഷൻ, ഇതെടുത്താൽ 1 2 3 4 പൊസിഷൻ. 1-4 പൊസിഷനിലാണ്. 1-4 പൊസിഷനിലാണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്ന ആൾക്ക് ഫസ്റ്റ് പൊസിഷൻ, മറ്റേ ആൾക്ക് 4th പൊസിഷൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 1ൽ ബ്രോമോ, 1 ബ്രോമോ 4 അയഡോ ബെൻസീൻ എന്ന് വരും. 1 ബ്രോമോ 4 അയഡോ ബെൻസീൻ എന്ന് വരും. ഓക്കെ, 1 ബ്രോമോ 4 അയഡോ ബെൻസീൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് IUPAC നെയിം. നമുക്ക് കോമൺ നെയിമും കൂടെ കുറച്ച് പറയാനുണ്ട്. IUPAC അങ്ങ് തറവാക്കാം. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് IUPAC നെയിം തന്നാൽ സ്ട്രക്ചർ എഴുതുന്നത് എങ്ങനെയാണ്? പേര് നമുക്ക് തരിക, സ്ട്രക്ചർ എഴുതണം. ഉദാഹരണത്തിന് ബോണ്ട് ലൈൻ സ്ട്രക്ചർ എഴുതണം. സൈക്ലിക്കും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇതെന്താ സാധനം? സൈക്ലിക് ആണ്. 5 കോർണർ ഉണ്ട്. ഇവരുടെ എല്ലാ ഇടയിൽ സിംഗിൾ ബോണ്ടാണ്. ഇത് പെൻറ്റെയിൻ ആണ്. പെൻറ്റെയിനകത്ത് ക്ലോറിൻ വന്നാൽ ക്ലോറോ പെൻറ്റെയിൻ, പെൻറ്റെയിനകത്ത് ബ്രോമിൻ വന്നാൽ ബ്രോമോ പെൻറ്റെയിൻ. ഇത് 3 കോർണറാണ്. 3 കോർണറാണെങ്കിൽ പ്രൊപ്പൈനാണ്, പ്രൊപ്പൈനാണ്. ഇത് അയഡോ പ്രൊപ്പൈൻ. ഇതാണ് സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കുന്നത്. 2 ആണെങ്കിൽ 1,2 ഡൈക്ലോറോ സൈക്ലോപെൻറ്റെയിൻ, 1,3 ഡൈബ്രോമോ സൈക്ലോപെൻറ്റെയിൻ, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം അല്ലേ? അപ്പം സൈക്ലിക് കോമ്പൗണ്ട് ഇങ്ങനെയാണ്. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IUPAC നെയിം തന്നാൽ നിങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇതാ നോക്കാം. 3 ബ്രോമോ 2 അയഡോ ഹെക്സേൻ, 3 ബ്രോമോ 2 അയഡോ ഹെക്സേൻ. ഇതിൻ്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറും വരയ്ക്കണം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് സ്ട്രക്ചറും വരയ്ക്കണം, ബോണ്ട് ലൈൻ സ്ട്രക്ചറും വരയ്ക്കണം. ആദ്യം ഇതിൻ്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചർ വരയ്ക്കാം. നിങ്ങൾ പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ അവസാന ഭാഗം നോക്കണം. അവസാന ഭാഗം എന്ന് പറയുമ്പോൾ ഹെക്സേനാണ്. ഹെക്സ് എന്ന് പറയുമ്പം 6 കാർബണാറ്റാണ്. ANE എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ ഏത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാ. അപ്പോൾ അവസാന ഭാഗം ഇങ്ങനെ എടുക്കുക. 1 2 3 4 5 6 ഹെക്സ് ആണ്. അവരുടെ ഇടയിൽ സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ട് അത് എന്ത് വന്നു? ഹെക്സേൻ എന്ന് വന്നു. അപ്പോൾ അവസാന ഭാഗം എടുത്തേ. ഇനി നമ്പറിങ്, പേര് തന്നിട്ട് സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞാൽ കണ്ണും അടച്ചുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് അങ്ങ് നമ്പർ ഇട്ട് കൊടുത്തേക്കുക. 1 2 3 4 5 6. എന്നിട്ട് പൊസിഷൻ നോക്കുക. തന്നിരിക്കുന്ന പേര് എഴുതുക. 2ാമത്തെ കാർബണിൽ ആരാ? അയോഡിന. ആ 2ാമത്തെ കാർബണിൽ നിന്ന് ഒരു ബോണ്ട് ഇട്ടിട്ട് അങ്ങ് കൊടുക്കുക. 3ാമത്തെ കാർബണിൽ ആരാ? ബ്രോമിന. 2 സിസ്റ്റവും കൂടെ എടുക്കരുത്. പേര് തന്നിട്ട് സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞാൽ 2 സിസ്റ്റവും കൂടെ എടുക്കരുത്. ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് കൂടെ പാടില്ല. നമ്മൾ നമ്പർ കൊടുക്കേണ്ടത് ഏത് ഡയറക്ഷനിലായിരിക്കണം? ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കണം. അപ്പോൾ 1ാമത്തതിൽ അയഡിൻ വന്നു, 2ാമത്തതിൽ അയഡിൻ വന്നു, 3ാമത്തതിൽ ബ്രോമിൻ വന്നു. ആദ്യത്തെ കാർബണിന് ഒരു ബോണ്ട് ഉണ്ട്. കാർബണിൻ്റെ വാലൻസി 4. ഒരു ബോണ്ട് മീൻസ് ഒരു വാലൻസിയ. ദാറ്റ് മീൻസ് ബാക്കി 3 വാലൻസി അവിടെ കിടക്കുക. ആ 3 വാലൻസിയിൽ ആര് വരും? ഹൈഡ്രജൻ വരും. അടുത്ത കാർബണിന് ചുറ്റും 1 2 3 ബോണ്ട് ഉണ്ട്. 4ാമത്തെ വാലൻസി വേണം. ആ 4ാമത്തെ വാലൻസിയിൽ ആരാ വരുന്നേ? ഹൈഡ്രജൻ വരും. അടുത്ത കാർബൺ 1 2 3 ബോണ്ട്, 4ാമത്തെ വാലൻസിയിൽ ഹൈഡ്രജൻ. അടുത്ത കാർബണിന് ചുറ്റും 2 ബോണ്ട്, ബാക്കി 2 വാലൻസിയിൽ ഹൈഡ്രജൻ. അടുത്ത കാർബൺ 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. അടുത്ത കാർബൺ 1 ബോണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. ഇങ്ങനെയാണ് പേര് തന്നാൽ സ്ട്രക്ചർ എഴുതുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ എന്ത് വരയ്ക്കണമെന്നാണ് ഞാൻ പറഞ്ഞേ? ബോണ്ട് ലൈൻ വരയ്ക്കണം. ഒന്നുമില്ല, ഇതിലോട്ട് നോക്കുക. കണ്ടൻസ്ഡ് സ്ട്രക്ചർ വരച്ചു വെച്ചിട്ടുണ്ട്. 1 2 3 4 5 6 കാർബൺ ആറ്റം. 1 2 3 4 5 6 കാർബൺ ആറ്റം 6 ആയിട്ട് അങ്ങ് വരയ്ക്കുക. ദെൻ 2ാമത്തെ കാർബണിൽ നിന്ന് ഒരു ബോണ്ട് ഇട്ടിട്ട് അയോഡിൻ, 3ാമത്തെ കാർബണിൽ നിന്ന് ഒരു ബോണ്ട് ഇട്ടിട്ട് ബ്രോമിൻ. ഇത്രയേ ഉള്ളൂ ബോണ്ട് ലൈൻ സ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ നമ്മൾ ഇതുവരെയും കോമൺ നെയിമിനെ കുറിച്ച് പറഞ്ഞില്ല. കോമൺ നെയിം പറയാനില്ല.
അതിനു മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു സെക്കൻഡറി എന്താ, ടെർഷ്യറി എന്താന്ന് നമ്മൾ പറഞ്ഞു. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും 2 കാർബൺ ആറ്റം വന്നാൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെക്കൻഡറി എന്ന് വിളിക്കുന്നത്. ടെർഷ്യറി എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും എത്ര കാർബൺ ആറ്റം വരണം? 3 കാർബൺ ആറ്റം വരണം. ഇതാണ് ടെർഷ്യറി. ഇനി നിങ്ങൾ അറിയേണ്ട 2 ടേമുകളാണ് ഐസോയും നിയോയും. സാധാരണഗതിയിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഐസോയും നിയോയും സെക്കൻഡറിയും ടെർഷ്യറിയും എല്ലാം ഉപയോഗിക്കുന്നത് കോമൺ നെയിം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഹാലോ കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിം എങ്ങനെയാണ് പറയുന്നത്? ആൽക്കൈൽ ഹാലൈഡ് എന്നാണ് കോമൺ നെയിം. കോമൺ നെയിം എന്താണ്? ആൽക്കൈൽ ഹാലൈഡ് കോമൺ നെയിം ആണേ. ഇതാ നോക്കിക്കോ, CH3Br. ഈ CH3 ഗ്രൂപ്പിൻ്റെ പേരെന്താ? ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കെയിൻ, ഒരു കാർബണാറ്റമുള്ള ആൽക്കെയിൻ മീതെയിൻ ആണ്. മീതെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറഞ്ഞാൽ അതെന്തായിട്ട് മാറും? മീതൈലായിട്ട് മാറും. ആൽക്കെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറഞ്ഞാൽ അതെന്താ? ആൽക്കൈല. അപ്പം മീതെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറഞ്ഞു, അത് മീതെയിലാണ്. ബ്രോമിൻ ആയതുകൊണ്ട് ഇതിൻ്റെ കോമൺ നെയിം പ്രത്യേക IUPAC അല്ല, കോമൺ നെയിം എന്തായിട്ട് മാറി? മീതൈൽ ബ്രോമൈഡ് എന്നായിട്ട് മാറി. നെക്സ്റ്റ് നോക്കുക, CH3CH2Cl. ഇതിൻ്റെ എല്ലാം IUPAC എഴുതാൻ നമുക്കറിയാം. ഞാനിപ്പോൾ പറയുന്നത് കോമൺ നെയിമാണ്. CH3CH2Cl പേരെങ്ങനെ എഴുതണ്ടേ? ആൽക്കൈൽ ഹാലൈഡ്. എത്ര കാർബണാറ്റം ഉണ്ട്? 2 കാർബണാറ്റം. 2 കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. 2 കാർബണാറ്റവും സിംഗിൾ ബോണ്ടും വന്നാൽ ഈത്തേനാണ്. അതിൽ ഒരു ഹൈഡ്രജൻ പോയി. ഈത്തേനിൽ നിന്നും ഹൈഡ്രജൻ പോയാൽ അതെന്തായിട്ട് മാറും? ഈതൈലായിട്ട് മാറും. ആൽക്കീനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറഞ്ഞാൽ അത് ആൽക്കൈലാണ്. ഈത്തേനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറഞ്ഞാൽ അത് എന്തായിട്ട് മാറി? ഈതൈലായിട്ട് മാറി. ഹാലജൻ ആരാ? ക്ലോറിനാണ്. അപ്പോൾ ഇത് പേര് ഈതൈൽ ബ്രോമൈഡ്. എന്താ? ഈതൈൽ ബ്രോമൈഡ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് CH3 CH2 CH2I. എത്ര കാർബണാറ്റമുള്ള ഗ്രൂപ്പാണ്? 3 കാർബണാറ്റം. 3 കാർബണാറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പെയിൻ ആണ്. ആ പ്രൊപ്പെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ടാണ് അയഡിൻ വന്നിരിക്കുന്നത്. പ്രൊപ്പെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ അതെന്തായിട്ട് മാറും? പ്രൊപ്പൈലായിട്ട് മാറും. പ്രൊപ്പൈൽ ഹാലോജൻ അയഡിൻ ആയതുകൊണ്ട് പേരെന്തായിട്ട് മാറി? പ്രൊപ്പൈൽ അയോഡൈഡ് എന്നും വന്നു. ഇനിയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. CH3 CHBr CH3 CHBr CH3. ഇതിനകത്ത് 3 കാർബണാറ്റങ്ങളുണ്ടല്ലേ? 3 കാർബണാറ്റവും അവരുടെ ഇടയിൽ സിംഗിൾ ബോണ്ടും ആണെങ്കിൽ പ്രൊപ്പെയിനാണ്. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറി ഹാലജൻ വന്നു, അപ്പോൾ പ്രൊപ്പൈലായിട്ട് മാറി. പ്രൊപ്പൈൽ ബ്രോമൈഡ് ആയിട്ട് വരും ഇതും. അപ്പോൾ ഇതും പ്രൊപ്പൈലല്ലേ? ഇപ്പം അയഡിന് പകരം ഇവിടെ ബ്രോമിൻ ആണെങ്കിൽ ഇതിനെ പ്രൊപ്പൈൽ ബ്രോമൈഡ് എന്നല്ലേ എഴുതുന്നേ? അപ്പോൾ ഇതും പ്രൊപ്പൈൽ ബ്രോമൈഡ് എന്ന് എഴുതാൻ പറ്റുമോ? രണ്ടിൻ്റെയും സ്ട്രക്ചർ ഒരുപോലാണോ? അല്ല. ബ്രാഞ്ചിങ് ഉള്ള കേസിൽ കോമൺ നെയിം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമുകളാണ് സെക്കൻഡറി, ടെർഷ്യറി, ഐസോ, നിയോ. ബ്രാഞ്ചിങ് ഉള്ള കേസുകളിൽ കോമൺ നെയിം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമുകളാണ് സെക്കൻഡറി, ടെർഷ്യറി, ഐസോ, നിയോ. ശ്രദ്ധിക്കുക, നമ്മുടെ കോമ്പൗണ്ടിൽ 3 കാർബണാറ്റമേ ഉള്ളൂ എങ്കിൽ, നമ്മുടെ കോമ്പൗണ്ടിൽ ആകെ 3 കാർബണാറ്റമേ ഉള്ളൂ എങ്കിൽ സെക്കൻഡറിയും ഐസോയും സെയിം ആണ്. സെക്കൻഡറി തന്നെയാണ് ഐസോ. അതായത് എത്ര കാർബണാറ്റം ഉണ്ടെങ്കിലാ? 3 കാർബണാറ്റമേ ഉള്ളൂ എങ്കിൽ മാത്രം. ഇഫ് അവർ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് ഓൺലി 3 കാർബണാറ്റം, ഐസോ എന്ന് പറഞ്ഞാലും സെക്കൻഡറി എന്ന് പറഞ്ഞാലും ഒരുപോലെയാണ്. ഉദാഹരണത്തിന് ഈ കോമ്പൗണ്ടിൽ 3 കാർബണാറ്റം ഉണ്ട്. ഇനി പറയുന്ന കേട്ടോണേ, കോമൺ നെയിം പറയാനുള്ള ഇതാണ്. നോക്കിയേ, ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാ. ഇതിനെ അറ്റാച്ച് ചെയ്ത് എത്ര കാർബണാറ്റം ഉണ്ട്? 2 കാർബണാറ്റം ഉണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് 2 കാർബണാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അതിനെ സെക്കൻഡറി എന്ന്. ഇതിൻ്റെയും സ്ട്രക്ചർ ഒന്നാണോ?
ഇതിനെയും പ്രൊപ്പൈൽ ബ്രോമൈഡ് എന്ന് ഇതിനെയും പ്രൊപ്പൈൽ ബ്രോമൈഡ് എന്ന് എഴുതിയാൽ രണ്ടും തമ്മിൽ വ്യത്യാസം ഇല്ലാതെ പോകത്തില്ലേ? പക്ഷെ ഇവിടെ വ്യത്യാസം ഉണ്ടല്ലോ, സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടല്ലോ. ആ സമയത്ത് കോമൺ നെയിം എഴുതാൻ വേണ്ടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം സെക്കൻഡറി, ടെർഷറി, ഐസോ അല്ലെങ്കിൽ നിയോ. ഇനി നോക്കുക, നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതല്ലേ? ഇതിനെ അറ്റാച്ച് ചെയ്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പം നമ്മുടെ പ്രൊപ്പൈൽ ബ്രോമൈഡിന് ഫ്രണ്ടിലായിട്ട് നമുക്ക് എഴുതാം സെക്കൻഡറി പ്രൊപ്പൈൽ ബ്രോമൈഡ് എന്ന്. സെക്കൻഡറി പ്രൊപ്പൈൽ ബ്രോമൈഡ്. പ്രൊപ്പൈൽ ബ്രോമൈഡ് ആണ്, അത് സെക്കൻഡറി ആണ്. ദാറ്റ് മീൻസ് ബ്രോമിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? 2 കാർബൺ ആറ്റം ഉണ്ടാകും. സോ ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി പ്രൊപ്പൈൽ ബ്രോമൈഡ്. ക്ലിയർ ആയോ? ഇനി ഞാൻ പറഞ്ഞു മിനിമം 3 കാർബൺ ആറ്റമേ ഉള്ളൂ എങ്കിൽ സെക്കൻഡറി തന്നെയാണ് ഐസോ എന്ന്. അപ്പോൾ ഈ സെക്കൻഡറി പ്രൊപ്പൈൽ ബ്രോമൈഡിന് പകരം നമുക്ക് പറയാം ഐസോ പ്രൊപ്പൈൽ ബ്രോമൈഡ്. കോമൺ നെയിമിൽ മാത്രമാണ് ഐസോ പ്രൊപ്പൈൽ ബ്രോമൈഡ്. അപ്പോൾ ഐസോ എന്ന് പറഞ്ഞാലും സെക്കൻഡറി എന്ന് പറഞ്ഞാലും 3 കാർബൺ ആറ്റം ഉള്ളെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. എന്നാൽ 4 അതിൽ കൂടുതൽ വരുമ്പോൾ മാറും. പറയാൻ പോവാണ്. ഇതാ നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ കോമൺ നെയിം ഒന്നുകിൽ സെക്കൻഡറി പ്രൊപ്പൈൽ ബ്രോമൈഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐസോ. ഇനി എന്താണ് ഐസോ? ഐസോ എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന് ചുറ്റും ഒരേപോലത്തെ 2 ഗ്രൂപ്പ് നിന്നാൽ, ഒരു കാർബണിന് ചുറ്റും ഒരേപോലത്തെ 2 ഗ്രൂപ്പ് നിന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോ. ഒരു കാർബണിന് ചുറ്റും 2 സെയിം ഗ്രൂപ്പ് വന്നാൽ അതിനെ വിളിക്കുന്ന പേര് ഐസോ. ദാ ഈ കാർബൺ എടുത്തു, അതിന് ചുറ്റും ഒരേപോലത്തെ 2 CH3 ഗ്രൂപ്പ് ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആ സെക്കൻഡറിക്ക് പകരം ഏത് ടൈം ഉപയോഗിച്ചത്? ഐസോ എന്ന ടൈം ഉപയോഗിച്ചത്. സോ ദിസ് കോമ്പൗണ്ട് ഈസ് കോൾഡ് ഐസോ പ്രൊപ്പൈൽ ബ്രോമൈഡ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നോക്കിയേ. CH3 CH2 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 CH2I. ഈ കോമ്പൗണ്ടിൻ്റെ പേരെങ്ങനെ പറയും? മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. നമ്മൾ കോമൺ നെയിമാണ് ആൽക്കീൽ ഹാലൈഡ് എന്നാണ് കോമൺ നെയിം എഴുതേണ്ടത്. എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 കാർബൺ ആറ്റം. 5 കാർബൺ ആറ്റമുള്ള ആൽക്കേൻ പെൻറ്റേനാണ്. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ പെൻറ്റേൻ പെൻറ്റൈലായിട്ട് മാറി. അപ്പോൾ ആൽക്കേൻ എന്താണ്? ആൽക്കൈലായി. പെൻറ്റേനാണ്, അത് പെൻറ്റൈലായിട്ട് മാറി. ഹാലോജൻ അയഡിനാണ്, അയോഡിൻ എന്താവും? അയോഡൈഡ് എന്നാവും. അപ്പോൾ കോമൺ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് പെൻറ്റൈൽ അയോഡൈഡ്. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. വേറെ 2 കോമ്പൗണ്ടുകളും കൂടെ ഞാൻ എഴുതിയിരിക്കുകയാണ്, ഒന്ന് ശ്രദ്ധിച്ചോളുക. 1 2 3 4 5 കാർബൺ ആറ്റം. 5 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട്, അതുകൊണ്ട് അതിൻ്റെ പേര് പെൻറ്റൈൽ അയോഡൈഡ്. 1 2 3 4 5 കാർബൺ ആറ്റം. 5 കാർബൺ ആറ്റങ്ങളുടെ ഇടയിലും സിംഗിൾ ബോണ്ടാണ്, അതും പെൻറ്റൈലാണ്. പക്ഷേ ഇത് ഓപ്പൺ ചെയിൻ ആണ്, ഇവിടെ ബ്രാഞ്ചിങ് ഉണ്ട്. 1 2 3 4 5 കാർബൺ ആറ്റം, ഒരു അയഡിൻ. 5 കാർബൺ ആറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടാണ്, ഇവിടെയും ബ്രാഞ്ചിങ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ 3 പേരുടെയും സ്ട്രക്ചർ ഡിഫറൻറ്റാണ്. പക്ഷേ ഇവരിലെല്ലാം ഉള്ള ആൾക്കാരുടെ എണ്ണം സെയിം ആണ്. 5 കാർബൺ ആറ്റവും ഒരു അയഡിനും ഉള്ളത്. 5 കാർബൺ ആറ്റവും അയഡിനും വന്നാൽ അത് പെൻറ്റൈൽ അയോഡൈഡ് ആണ്. കോമൺ നെയിം പറയുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് ടേംസ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാ? സെക്കൻഡറി, ടെർഷറി, ഐസോ, നിയോ. നോക്കുക, ഇവിടെ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഇതിനെ അറ്റാച്ച് ചെയ്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം ഉണ്ട്. അതുകൊണ്ട് ഇതിനെ വിളിക്കാം ടെർഷറി എന്ന്. അപ്പം ഇത് പെൻറ്റൈലാണ്. 5 കാർബൺ ആറ്റം ഉണ്ടായതുകൊണ്ട് ഇത് പെൻറ്റൈലാണ്. പെൻറ്റൈലിൽ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും എത്ര കാർബൺ ഉണ്ടാവണം? 3 കാർബൺ ആറ്റം ഉണ്ടാകണം. അതുകൊണ്ട് നമുക്കിതിനെ വിളിക്കാം ടെർഷറി. ടെർഷറി പെൻറ്റൈൽ അയോഡൈഡ് എന്ന് വിളിക്കാം. ടെർഷറി പെൻറ്റൈൽ അയോഡൈഡ്. ഇനി നമ്മളിതിനെ, ഞാൻ മുമ്പേ പറഞ്ഞു ഒരു കാർബണിന് ചുറ്റും 2 സെയിം ഗ്രൂപ്പ് വന്നാൽ അതിനെ ഐസോ എന്നാ പറയുന്നതെന്ന്. ഐസോ എന്ന് ഇതിനെ പറഞ്ഞാൽ നമ്മുടെ അയഡിൻ എവിടാന്ന് നമുക്ക് അറിയണ്ടേ? അതായത് നോക്കിയേ, CH3 CH3 H CH2 CH2I. 1 2 3 4 5 കാർബൺ ആറ്റം ഉണ്ട്, പെൻറ്റൈലാണ്. അയോഡിൻ ഉണ്ടായതുകൊണ്ട് പെൻറ്റൈൽ അയോഡൈഡ് ആണ്. ഐസോ എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന് ചുറ്റും 2 സെയിം ഗ്രൂപ്പ് വന്നാൽ അത് ഐസോയാ.
ഇവിടെ ഒരു കാർബണിന് ചുറ്റും 2 സെയിം ഗ്രൂപ്പ് വന്ന് ഇതും ഐസോയാ. പക്ഷെ ഇതിൻ്റെ സ്ട്രക്ചർ ആണോ ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ അയോഡിൻ വന്നിരിക്കുന്നത് ഈ കാർബണിലാണ്, ഇവിടെ അയോഡിൻ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഐസോ എന്നും ടേർഷറി എന്നും കൂടെ രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തേ എടുക്കൂ? ടേർഷറി എടുക്കൂ. കാരണം നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഐസോ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു പർട്ടിക്കുലർ കാർബണിന് ചുറ്റും 2 സെയിം ഗ്രൂപ്പ് വന്നാൽ അത് ഐസോയാണ്. അത് എവിടെ വേണേലും വരാം. അത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആവണമെന്നില്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാത്ത കാർബണിലും 2 സെയിം ഗ്രൂപ്പ് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഐസോ എന്ന് വിളിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞു 4ൽ താഴെ കാർബൺ ആറ്റം അല്ലെങ്കിൽ 3 കാർബൺ ആറ്റമേ ആ കോമ്പൗണ്ടിൽ ഉള്ളെങ്കിൽ മാത്രമാണ് ഐസോയും സെക്കൻഡറിയും ഒരുപോലെ വരുന്നത്. ഐസോയും സെക്കൻഡറിയും ഒരുപോലെ വരുന്നത്. ഇനി ഒരു കോമ്പൗണ്ടിൽ ഐസോയും ഉണ്ട് ടേർഷറിയും ഉണ്ടെങ്കിൽ നമ്മൾ എന്തേ എടുക്കാവുള്ളൂ? ടേർഷറി എന്നേ എടുക്കാവുള്ളൂ. ടേർഷറി പെൻഡൈൽ അയോഡൈഡ്. ഇനി അതല്ല, നമ്മൾ ഐസോ പെൻഡൈൽ അയോഡൈഡ് എന്നാ പറയുന്നതെങ്കിൽ അയോഡിൻ എപ്പോഴും ഏത് കാർബണിലായിരിക്കണം? ഫസ്റ്റ് കാർബണിലായിരിക്കണം. ഓക്കെ. ഇവിടെ ഇപ്പം ഞാൻ 2 CH3 ഗ്രൂപ്പ് ഉണ്ട്, അത് ഐസോ ആണ്. അയോഡിൻ സെക്കൻഡറി ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, സെക്കൻഡറി എന്നോ ടേർഷറി എന്നോ ക്വസ്റ്റ്യനിൽ കണ്ടാൽ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് സെക്കൻഡറി അല്ലെങ്കിൽ ടേർഷറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കിയേ, ആദ്യത്തെ കേസിൽ ഇതിൻ്റെ പേരെങ്ങനെ പറയാം? ഇത് ഐസോയാണ്. കാരണം ഏതോ ഒരു കാർബണിന് ചുറ്റും 2 സെയിം ഗ്രൂപ്പ് വന്നേക്കാം. സോ ദിസ് ഈസ് ഐസോ പെൻഡൈൽ അയോഡൈഡ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേരെങ്ങനെ പറയും? അയോഡിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും 3 കാർബൺ ആറ്റം ഉണ്ട്. സോ ദിസ് ഈസ് ടേർഷറി പെൻഡൈൽ അയോഡൈഡ്. ഓക്കെ. ദെൻ ഇതിൻ്റെ പേര് നോക്കിയേ, ഇത് നോക്കിയേ, അയോഡൈഡ് ആണ്, പെൻഡൈൽ അയോഡൈഡ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാർബണിന് ചുറ്റും 3 സെയിം ഗ്രൂപ്പ് വരിക. ഒരു കാർബണിന് ചുറ്റും 3 സെയിം ഗ്രൂപ്പ് വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നിയോ. ഒന്നും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഏരിയ ആണ്. ഒന്ന് നോക്കിയേ മക്കളെ, നമ്മൾ സെക്കൻഡറി ടേർഷറി ഉപയോഗിക്കുന്നത് ആരെ വെച്ചിട്ട് മാത്രമാണ്? ഫങ്ഷണൽ ഗ്രൂപ്പിനെ വെച്ചിട്ടാണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഇതെന്താണ്? സെക്കൻഡറി ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഇതും സെക്കൻഡറിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു കാർബണിന് ചുറ്റും 2 സെയിം ഗ്രൂപ്പും കൂടെ ഉണ്ട്. ഒരു കാർബണിന് ചുറ്റും 2 സെയിം ഗ്രൂപ്പ് വന്നാൽ അതിനെ വിളിക്കുന്ന പേര് ഐസോ എന്നല്ലേ? ഇത് സെക്കൻഡറിയാണ്, ഇതും സെക്കൻഡറിയാണ്. ഇത് കൂടാതെ എന്തും കൂടെയാ? ഐസോയും കൂടെയാ. ഇത് സെക്കൻഡറി കൂടാതെ പിന്നെ എന്തും കൂടെയാ? ഐസോയാ. ഇത് ഐസോ ആണോ? ഒരു കാർബണിന് ചുറ്റും 2 സെയിം ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. ഇത് ഐസോ ഇല്ല, ഇത് ഓൺലി സെക്കൻഡറി. ഇത് ഐസോയുമാണ്, സെക്കൻഡറിയാണ്. അപ്പം നമുക്ക് ആകെ 3 കാർബൺ ആറ്റമേ ഉള്ളൂ. ഐസോ എന്ന് പറഞ്ഞാലും സെക്കൻഡറി എന്ന് പറഞ്ഞാലും ഒരുപോലെയുള്ളൂ. ഓക്കെ. ഐസോ എന്ന് പറഞ്ഞാലും സെക്കൻഡറി എന്ന് പറഞ്ഞാലും നമുക്ക് ഒരുപോലെയുള്ളൂ 3 കാർബൺ ആറ്റം വരെ ആണെങ്കിൽ. ഓക്കെ. ദെൻ ടേർഷറി എന്ന് പറഞ്ഞാൽ എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് 3 കാർബൺ ആറ്റം ഉണ്ടായിരിക്കണം. ഇതാ നോക്കിയേ, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇത്. ഇതിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. അതുകൊണ്ട് ഇതെന്താണ്? ടേർഷറി ആണ്. ഇനി നോക്കിക്കോളുക, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് 3 കാർബൺ ആറ്റം ഉണ്ടല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിന് ചുറ്റും 3 കാർബൺ ആറ്റം അല്ലേ? ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, 3 കാർബൺ ആറ്റം ഉണ്ട്. ഇതിന് ടേർഷറി അല്ലേ? പക്ഷെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ടല്ലോ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാർബണിനെ അറ്റാച്ച് ചെയ്ത് എത്ര സെയിം ഗ്രൂപ്പ് ഉണ്ട്? 3 സെയിം ഗ്രൂപ്പ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ കാർബണിന് ചുറ്റും 3 സെയിം ഗ്രൂപ്പ് വന്നാൽ അതിനെ നമുക്ക് വിളിക്കാം നിയോ എന്ന്. എന്താ? നിയോ എന്ന്. ഇനി നോക്കിയേ, CH3 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 CH2Cl. ഇത് ടേർഷറി ആണോ? ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതല്ലേ? ഇതിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ ഒറ്റ കാർബൺ ആറ്റം അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതെന്താണ്? പ്രൈമറി ആണ്. പ്രൈമറി ഹാലോ കോമ്പൗണ്ടാണ്. ഇനി
ഈ കാർബണിന് ചുറ്റും 3 സെയിം ഗ്രൂപ്പ് ഇല്ലേ? ഒരേപോലത്തെ ഗ്രൂപ്പ് ഒരു പർട്ടിക്കുലർ കാർബണിന് ചുറ്റും വന്നാൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നിയോ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ടിനെ ഒരിക്കലും ടെർഷ്യറി എന്ന് പറയത്തില്ല, പിന്നെ എന്തെന്ന് വിളിക്കും? നിയോ. ദെൻ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 കാർബണാറ്റം. 5 കാർബണാറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് പെൻഡൈലാണ്. ദിസ് ഈസ് നിയോ പെൻഡൈൽ ക്ലോറൈഡ് അല്ലേ? ഇതിൻ്റെ പേര് നിയോ പെൻഡൈൽ ക്ലോറൈഡ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് പറഞ്ഞേ. ഇതിനകത്ത് എത്ര കാർബണാറ്റം ഉണ്ട്? 1 2 3 4 5 കാർബണാറ്റം. പെൻഡൈലാണ്. ഇതിനെ നിയോ പെൻഡൈൽ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഒരു കാർബണിന് ചുറ്റും 3 സെയിം ഗ്രൂപ്പ് ഇല്ല. എന്നാൽ ഐസോ പെൻഡൈൽ എന്ന് പറയാൻ പറ്റുമോ? ഐസോ പെൻഡൈൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കാർബൺ പ്രൈമറി ആയിരിക്കണം. ഓക്കെ, 3 കാർബണാറ്റം വരെ മാത്രമേ ഐസോയും സെക്കൻഡറിയും സെയിം ആയിട്ട് വരുന്നുള്ളൂ. അതിനപ്പുറത്തോട്ട് ഐസോ വേറെയാണ്, സെക്കൻഡറിയാണ്. ഐസോ എന്നുണ്ടെങ്കിൽ 3 കാർബണാറ്റത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഐസോ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ പ്രൈമറി ആയിരിക്കണം. സെക്കൻഡറിയോ ടെർഷ്യറിയോ പറഞ്ഞാൽ മാത്രം ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും 3 കാർബണാറ്റം ആണെങ്കിൽ ടെർഷ്യറി, ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും 2 കാർബണാറ്റം ആണെങ്കിൽ അത് സെക്കൻഡറി. ഇത് നല്ലപോലെ മനസ്സിലാവണമെങ്കിൽ പ്രോബ്ലം ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്? താഴെ തന്നിരിക്കുന്നതിൽ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഏതാണ്? നോക്കിയേ, RCH2OH, RCH2OH, then R2CHOH, R2CHOH എന്ന് പറഞ്ഞപ്പോൾ CHOH, R2 എന്ന് പറയുമ്പോൾ 2 കാർബണാറ്റം. ദെൻ R3CX, അതായത് സിയിൽ എക്സ് വന്നു. എക്സ് എന്ന് പറയുമ്പോൾ ഹാലജനാണ്. അതിന് ചുറ്റും 3 R ഗ്രൂപ്പ് വന്നേക്കുക. ഇതാണ് R3CX. അടുത്തത് RH ആണ്. RH എന്ന് പറയുമ്പോൾ CH4 ഒരു എക്സാമ്പിളാണ്. ഇതിൽ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഏതാ? ഹാലജനുള്ള കോമ്പൗണ്ടേ ഹാലൈഡ് ആവത്തുള്ളൂ. അപ്പം ഇത് ഹാലൈഡ് അല്ല, ഇത് ഹാലൈഡ് അല്ല, ഇത് ഹാലൈഡ് അല്ല. പിന്നെ എന്തോ നോക്കുന്നത്? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നൊന്നും നോക്കണ്ട. ഹാലജനുള്ള കോമ്പൗണ്ട് മാത്രമേ ഹാലൈഡ് ആയിട്ട് നിൽക്കൂ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഹാലജനുള്ള കോമ്പൗണ്ട് ഫസ്റ്റ് ഓപ്ഷനാണ്. RCH2OH ആണ്, CH2Cl ആണ് എന്ത്? പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡറി ഹാലൈഡ് അമംഗ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ സെക്കൻഡറി ഹാലൈഡ് ആരാണ്? ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. പ്രൊപ്പ് എന്ന് പറയുമ്പോൾ എത്ര കാർബണാറ്റമാണ്? 3 കാർബണാറ്റമാണ്. 3 കാർബണാറ്റം, 1 2 3 കാർബണാറ്റം. ഐസോ എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന് ചുറ്റും 2 സെയിം ഗ്രൂപ്പ്. ഈ കാർബൺ എടുത്താൽ ഇതിന് ചുറ്റും 2 കാർബണാറ്റം വരുന്നില്ല. ഇവിടെ എടുത്താൽ ആ കാർബണിന് ചുറ്റും 2 കാർബണാറ്റം വരുന്നു. അതെന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ദിസ് ഈസ് ഐസോ പ്രൊപ്പൈൽ ക്ലോറൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഐസോ പ്രൊപ്പൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പം ഈ കാർബണിനകത്ത് ക്ലോറിൻ വരികയാണ്. 1 2 3 ബോണ്ട് ഉണ്ട്. 4ാമത്തെ വാലൻസിയിൽ ആരാ വന്നേക്കുന്നത്? ഹൈഡ്രജൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ സെക്കൻഡറി ആരാണെന്നാ ക്വസ്റ്റ്യൻ. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഇതിനെ അറ്റാച്ച് ചെയ്ത് എത്ര കാർബണാറ്റമാ? 2 കാർബണാറ്റമാണ്. നമ്മൾ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞു 3 കാർബണാറ്റമേ ഒരു കോമ്പൗണ്ടിൽ ഉള്ളൂ എങ്കിൽ സെക്കൻഡറി തന്നെയാണ് ഐസോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് പ്രൊപ്പൈലാണ്. പ്രൊപ്പൈലിൽ 3 കാർബണാറ്റേ ഉള്ളൂ. ഇതിനകത്ത് ഐസോ എന്ന് പറഞ്ഞു. ഐസോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്താണ്? സെക്കൻഡറി ആണ്. സോ നമ്മുടെ ആൻസർ ഐസോ പ്രൊപ്പൈൽ ക്ലോറൈഡ് ആണ് തന്നിരിക്കുന്നതിൽ സെക്കൻഡറി ഹാലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് C4H9X ഈസ് എ. C4H9X എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണോ, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണോ, ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണോ, പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണോ? ആദ്യം നമുക്ക് ആ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. C4 1 2 3 4 കാർബണാറ്റം. എക്സ് ഞാൻ ഫസ്റ്റ് കാർബണാറ്റത്തിൽ കൊടുത്തു. ആദ്യത്തെ കാർബണിന് 1 ബോണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. 1 2 3 4 കാർബൺ ആറ്റം C4. 3 2 5 2 7 2 9 ഹൈഡ്രജൻ ആറ്റം.
ഒരു ഹാലജൻ. അപ്പോൾ ഇതിൻ്റെ ഫോർമുല C4H9X എന്നാണ്. ഇനി നോക്കിയേ, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്, ഇതിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്, അതുകൊണ്ട് ഈ എഴുതിയിരിക്കുന്ന സ്ട്രക്ചർ പ്രൈമറി ഹാലൈഡ് അല്ലേ. ഇനി ഇതിന് ഈ ഒരു സ്ട്രക്ചർ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ, വേറെ സ്ട്രക്ചേഴ്സ് വരയ്ക്കാം, ബ്രാഞ്ചിങ് ഇട്ട് വരയ്ക്കാം. ഇതാ നോക്കിയേ, 1 2 3 4 കാർബൺ ആറ്റം. ഇതിൽ രണ്ടാമത്തെ കാർബണിൽ ഞാൻ ഹാലജനെ കൊടുക്കാമെന്ന് വിചാരിക്കുക. ആദ്യത്തെ കാർബണിൽ ഒരു ബോണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. 3 ബോണ്ട് നാലാമത്തെ വാലൻസിയിൽ ഹൈഡ്രജൻ. 2 ബോണ്ട് ബാക്കി 2 വാലൻസിയിൽ ഹൈഡ്രജൻ. 1 ബോണ്ട് ബാക്കി 3 വാലൻസിയിൽ ഹൈഡ്രജൻ. 1 2 3 4 കാർബൺ. 3 1 4 2 6 3 9 ഹൈഡ്രജൻ, 1 ക്ലോറിൻ. അതിൻ്റെ ഈ ഫോർമുല സെയിം തന്നെയാണ്, ബട്ട് സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് എത്ര കാർബണാണ്? 2 കാർബണാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫോർമുലയിൽ C4H9X എന്ന് പറയുന്ന ഫോർമുലയിൽ ഇപ്പം തന്നെ ഞാൻ എത്ര സ്ട്രക്ചർ വരച്ചു? 2 സ്ട്രക്ചർ വരച്ചു. ഒന്ന് പ്രൈമറി ഹാലൈഡ്, രണ്ടാമത്തത് സെക്കൻഡറി ഹാലൈഡ്. ഇത് നോക്കിയേ, ആദ്യത്തെ മെയിൻ ചെയിനിൽ എത്ര കാർബണാറ്റമായിരുന്നു? 4. ഇവിടെയും 4 ആണ്. ഹാലോജനെ ബ്രാഞ്ചിങ് ആക്കി കൊടുത്തു. ഇനി 1 2 3 കാർബണാറ്റം, നാലാമത്തതിനെ ബ്രാഞ്ചിങ് ആക്കി കൊടുക്കുന്നു. ഇവിടെ തന്നെ ഹാലോജനെ കൊടുക്കുകയാണ്. 1 ബോണ്ട് ബാക്കി 3 ഹൈഡ്രജൻ. 1 ബോണ്ട് ബാക്കി 3 ഹൈഡ്രജൻ. ഇവിടെയും 3 ഹൈഡ്രജൻ. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതിനെ അറ്റാച്ച് ചെയ്ത് 3 കാർബണാറ്റം വന്നു. ഹാലജൻ അറ്റാച്ച്ഡ് കാർബണിനെ അറ്റാച്ച് ചെയ്ത് 3 കാർബണാറ്റം വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ടെർഷറി. ഇതിൻ്റെ ഫോർമുല 1 2 3 4 കാർബണാറ്റം, 3 3 6 3 9 ഹൈഡ്രജൻ ആറ്റം, 1 ഹാലജൻ. ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെയും സെക്കൻഡ് കോമ്പൗണ്ടിൻ്റെയും തേർഡ് കോമ്പൗണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. ഇങ്ങനെ സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറൻറ്റ് സ്ട്രക്ചറും ഉള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്നു ഐസോമറുകളെന്ന്. അപ്പോൾ ഈ വരച്ചിരിക്കുന്നതെല്ലാം ഐസോമറുകളാണ്. അപ്പോൾ ഈ ഐസോമറുകൾക്ക് പ്രൈമറി ആകാം, സെക്കൻഡറി ആകാം, ടെർഷറി ആകാം. അപ്പോൾ ഈ കോമ്പൗണ്ട് പ്രൈമറി മാത്രമാണെന്നോ സെക്കൻഡറി മാത്രമാണെന്നോ ടെർഷറി മാത്രമാണെന്നോ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫോർമുലയിൽ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷറി ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈമറി മാത്രമല്ല, സെക്കൻഡറി മാത്രമല്ല, ടെർഷറി മാത്രമല്ല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, IUPAC നെയിം ഓഫ് ടെർഷറി ബ്യൂട്ടൈൽ ക്ലോറൈഡ്. ടെർഷറി ബ്യൂട്ടൈൽ ക്ലോറൈഡിൻ്റെ IUPAC നെയിം എഴുതണം. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ അറിയണം. ടെർഷറി ബ്യൂട്ടൈൽ ക്ലോറൈഡ്. ബ്യൂട്ടിനകത്ത് എത്ര കാർബണാറ്റോ? 4 കാർബണാറ്റോ. മൊത്തം 4 കാർബണാറ്റം ഉണ്ട്. അതിൽ ഒരെണ്ണം ടെർഷറി ആയിരിക്കണം. ടെർഷറി ആയിരിക്കണമെന്ന് പറഞ്ഞാൽ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും 3 കാർബൺ ആറ്റം ഉണ്ടാവണം. അതാണ് ടെർഷറിയുടെ കണ്ടീഷൻ. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും എത്ര കാർബൺ ആറ്റം വേണം? 3 കാർബൺ ആറ്റം വേണം, എന്നാലേ ടെർഷറി ആവും. ഇനി ബ്യൂട്ടൈൽ എന്ന് പറയുമ്പോൾ എന്താ? ആ കോമ്പൗണ്ടിൽ മൊത്തവും 4 കാർബൺ ആറ്റം ഉണ്ടാവണം. 1 2 3 4 കാർബൺ ആറ്റം ഉണ്ടല്ലോ. ഇനി ഹൈഡ്രജനെ കൊടുത്തോളുക. 1 ബോണ്ട് ബാക്കി 3 ഹൈഡ്രജൻ ആണ്. ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. ഇതിൻ്റെ പേരെങ്ങനെ കൊടുക്കും? ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനെ നോക്കിയാൽ 3 കാർബൺ ആറ്റം, ഇങ്ങനെ നോക്കിയാൽ 3 കാർബൺ ആറ്റം, ഇങ്ങനെ നോക്കിയാലും 3 കാർബൺ ആറ്റം. മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം 3 ആണ്. അപ്പോൾ നമ്മുടെ പേരിൻ്റെ ഹൈഡ്രോ കാർബണിൽ 3 കാർബൺ ആറ്റം ഉണ്ട്. 3 കാർബൺ ആറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. 3 കാർബൺ ആറ്റവും സിംഗിൾ ബോണ്ടും വന്നാൽ അത് പ്രൊപ്പെയിൻ ആണ്. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് മെയിൻ കോമ്പൗണ്ട് പ്രൊപ്പെയിൻ ആണ്. പ്രൊപ്പെയിനിലെ രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നു. അതേ കാർബണിൽ ആരും വന്നു? ക്ലോറിനും വന്നു. നമ്മുടെ IUPAC നെയിം അല്ല ചോദിച്ചേക്കുന്നത്. അതെ, IUPAC നെയിമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പും വന്നു, രണ്ടാമത്തെ കാർബണിൽ ക്ലോറിനും വന്നു. മീഥൈൽ ഗ്രൂപ്പിനും ക്ലോറിനും ഏകദേശം ഒരേ പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി ഓർഡർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ആരാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആരാ ആദ്യം വരുന്നത്? ക്ലോറിനാണ്. സോ നമുക്ക് ആദ്യം എഴുതാം 2 ക്ലോറോ 2 മീഥൈൽ. 3 കാർബൺ ആറ്റം, അവരുടെ ഇടയിൽ സിംഗിൾ ബോണ്ട്. എന്താണ്? പ്രൊപ്പെയിൻ. 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പെയിൻ ആണ് തന്നിരിക്കുന്ന കോമ്പൗണ്ട്. 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പെയിൻ, 3 ക്ലോറോ ബ്യൂട്ടൈൻ, 4 ക്ലോറോ ബ്യൂട്ടൈൻ,
1,2-chloro 3-methyl propane. ഇത് ഏതെങ്കിലും ആണോ? അല്ല, 2-chloro 2-methyl propane ആണ് ആൻസർ. നെക്സ്റ്റ്, ദ കോമൺ നെയിം ഫോർ ദ മോളിക്യൂൾ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2Cl. ഇതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരെന്താ? വിനൈൽ ക്ലോറൈഡ്, അരൈൽ ക്ലോറൈഡ്, അല്ലൈൽ ക്ലോറൈഡ്, നൺ ഓഫ് ദിസ്. നമുക്ക് നോക്കാം. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട്. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3. തൊട്ടടുത്ത കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം sp3 ആയിരിക്കണം. നെക്സ്റ്റ് ടു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വരണം. ആരുടെ കണ്ടീഷൻ? അല്ലിലിക്കിന്റെ കണ്ടീഷൻ, അല്ലൈലിന്റെ കണ്ടീഷനാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp3 ആയിരിക്കണം. ഉടനെ തന്നെ ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഉണ്ടായിരിക്കണം. ഇതാണ് അല്ലിലിക്കിന്റെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് എന്താണ്? അല്ലൈൽ ഹാലൈഡ് ആണ്. ഹാലജൻ ആണ്. സോ ദ കോമ്പൗണ്ട് എന്ന് പറയുന്നത്, കോമൺ നെയിം എന്ന് പറയുന്നത് അല്ലൈൽ ഹാലൈഡ് അല്ലെങ്കിൽ അല്ലൈൽ ക്ലോറൈഡ് ആണ്. നെക്സ്റ്റ് നോക്കുക. ദ സ്ട്രക്ചർ ഓഫ് 2-bromo 2-methyl propane. ഇപ്പം നമ്മൾ എഴുതിയതേ ഉള്ളൂ 2-bromo 2-methyl propane പേര്, സ്ട്രക്ചർ അല്ലേ? ഇത് നോക്കിയേ, 1, 2, 3, 4 കാർബണാറ്റം ഇല്ലേ? 4 കാർബണാറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് വന്നാൽ അത് ബ്യൂട്ടേൻ ആവത്തില്ലേ? 1, 2, 3 കാർബണാറ്റം പ്രൊപ്പേൻ ആണ്, പക്ഷെ ഫസ്റ്റ് കാർബണിലാണ് ബ്രോമിൻ. സോ 1-bromo propane ആണ്. നൺ ഓഫ് ദീസ് നോക്കണ്ട. പിന്നെ ഇതല്ലേ ഉള്ളു ചാൻസ്. 1, 2, 3 കാർബണാറ്റം സിംഗിൾ ബോണ്ട് പ്രൊപ്പേൻ. രണ്ടാമത്തെ കാർബണിൽ ബ്രോമിൻ വന്നു, രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നു. 2-bromo 2-methyl propane ആണ് പേര്. സോ ഇതാണ് കറക്റ്റ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ പഠിച്ച ഏരിയയിൽ നിന്നും ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. സൈക്ലിക് കോമ്പൗണ്ടിൻ്റെയും ബോണ്ട് ലൈൻ സ്ട്രക്ചറിൻ്റെയൊക്കെ കുറേ എക്സാമ്പിൾ നമുക്ക് ചെയ്യാനുണ്ട്. ശരിക്കും ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ ഓർഗാനിക് കെമിസ്ട്രിയിൽ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്നും പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ചാപ്റ്റർ, ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ IUPAC നെയിം എല്ലാം പഠിക്കുന്നതാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കണ്ടൻറ്റ് IUPAC നോമൻക്ലേച്ചർ വരെയുള്ള കണ്ടൻറ്റ് വളരെ കുറവാണ്. നിങ്ങളിത് ഫസ്റ്റ് ഇയറിൽ നിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിനുണ്ടാവും, പക്ഷേ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ചെയ്ത് പഠിക്കണം. IUPAC നോമൻക്ലേച്ചർ വരെയാണ് നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞു നിർത്തുന്നത്. ബാക്കി ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.